ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഫിസിക്സിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന യൂട്യൂബ് ലൈവിൻ്റെ ഫിസിക്സിൻ്റെ സെഷൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിൻ്റെ ഓൾറെഡി നമ്മൾ 3-4 ക്ലാസ്സുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. അതിൽ ഏകദേശം നമ്മളൊരു 5-6 ചാപ്റ്റേഴ്സ്, എനിക്ക് തോന്നുന്നു 7 ചാപ്റ്ററിന് അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എത്തി നിൽക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത റൊട്ടേഷൻ മോഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയൊരു ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസുമാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ഡെറിവേഷൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെറിവേഷൻസും, സമയം കിട്ടിയാൽ കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പോലെ സമയമുണ്ട് ഇംപ്രൂവ്മെൻ്റ് എക്സാമിന്. വളരെ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള ഒരു സാധനം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയ ഒരു സാധനം, ഡെപ്തിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെ വരുന്നതാണ്, അല്ലേ? വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യാതെ വിട്ടൊരു സാധനമുണ്ട്, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ സംഭവിക്കുന്ന വേരിയേഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അതിനൊരു ഡെറിവേഷൻ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ് അതിൽ വരുന്നത്. ക്ലിയർ ആയിട്ട് നോക്കുക. ഇത് ഒരു 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 ചെറിയ എർത്താണ്. ആൻഡ് നമ്മൾ ഒരു ബോഡീനെ ഇവിടുന്ന് ഒരു ഹൈറ്റ് എച്ചിലേക്ക് കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിക്കുക. ഒരു ഹൈറ്റ് എച്ചിലേക്ക് നമ്മൾ ഇവിടുന്ന് ഒരു ബോഡീനെ ഡിസ്പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് എച്ച് എന്ന് പറയുന്ന ഹൈറ്റ്, ആൻഡ് ഇതാണ് സർഫസ് ഓഫ് എർത്ത്, ആൻഡ് ഇതാണ് നമ്മുടെ സെൻറ്റർ ഓഫ് എർത്ത് എന്ന് വിചാരിക്കുക. ആൻഡ് ഇവിടുന്ന് സർഫസിലേക്കുള്ള ദൂരം റേഡിയസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ R ആണെന്നും വിചാരിക്കുക. സിമ്പിൾ അല്ലേ? എങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പോകുന്നത്, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആണ്. വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേരിയേഷൻ ഓഫ് G വിത്ത് ഹൈറ്റ്. ഹൈറ്റിനനുസരിച്ച് G എങ്ങനെ വേരി ചെയ്യും, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവിടെ നോക്കിക്കോ, സർഫസിലെ ജീൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവുകയാണ്. സർഫസിലെ ജീൻ്റെ ഇക്വേഷൻ G ഈസ് ഈക്വൽ ടു, എനിക്കറിയാം, GM ഡിവൈഡഡ് ബൈ R² ആണ്. ഇക്വേഷൻ 1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. G ഈസ് ഈക്വൽ ടു GM ഡിവൈഡഡ് ബൈ R². ക്ലിയർ? ആൻഡ് ഈ ഹൈറ്റിലെ ജീൻ്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. ഇറ്റ് ഈസ് GH ഇസ് ഈക്വൽ ടു, നോക്കിയേ, G വ്യത്യാസമൊന്നുമില്ല, G കോൺസ്റ്റൻ്റ് ആണ്. M മാസ് ഓഫ് എർത്ത്, അതും മാറില്ല. ഹൈറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് മാസ് ഓഫ് എർത്തിൽ എന്ത് സംഭവിക്കില്ല, വേരിയേഷനൊന്നും സംഭവിക്കില്ല. അതും ഞാൻ എന്ത് തന്നെ ഇട്ടു, M തന്നെ ഇട്ടു, ഡിവൈഡഡ് ബൈ R പകരം R ഇപ്പം എന്തായിട്ട് മാറി, ഇപ്പം ഇരിക്കുന്നത് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇത്രയും ദൂരത്താണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് R+H ആയിട്ട് മാറി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെർഫോർ R² പകരം ഞാൻ എന്തിട്ട് കൊടുത്തു, R+H ദി ഹോൾ സ്ക്വയർ എന്ന് ഞാൻ ഇട്ട് കൊടുത്തു. ക്ലിയർ അല്ലേ? ആൻഡ് ഇതാണ് എൻ്റെ ഇക്വേഷൻ 2. അപ്പോൾ ഹൈറ്റിലെ ജീൻ്റെ ഇക്വേഷനും സർഫസിലെ ജീൻ്റെ ഇക്വേഷനും ഞാൻ എഴുതി. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്തു. അതായത് GH ബൈ G ഇസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്തു, GHൻ്റെ RHS എന്താ, GM ബൈ R+H ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ, നോക്കിയേ, ജീൻ്റെ RHS എന്താ, GM ബൈ R². ക്ലിയർ അല്ലേ? GH ബൈ G ചെയ്തു. ഇക്വേഷൻ 2 ബൈ ഇക്വേഷൻ 1 ചെയ്തു. ഇതിൽ GMഉം GMഉം ക്യാൻസൽ ചെയ്ത് പോയി, ഈ R² മോളിലേക്ക് പോയി. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, R² ഡിവൈഡഡ് ബൈ R+H ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടി. ക്ലിയർ അല്ലേ? GH ബൈ G ഇസ് ഈക്വൽ ടു R² ബൈ R+H ഹോൾ സ്ക്വയർ. അതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും, GH ഈസ് ഈക്വൽ ടു, G അങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ എന്ത് വന്നു, GR² ഡിവൈഡഡ് ബൈ R+H ദി ഹോൾ സ്ക്വയർ എന്ന് എനിക്ക് കിട്ടി. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഇനി ഇതിലൊരു സ്പെഷ്യൽ കേസ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വയ്ക്കണം. എന്താണ് സ്പെഷ്യൽ കേസ്? ഇഫ് നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്ന ഹൈറ്റ് H R-നെ അപേക്ഷിച്ച്, റേഡിയസ് ഓഫ് എർത്തിനെ അപേക്ഷിച്ച് വളരെ കുഞ്ഞിതാണെങ്കിൽ, നമ്മൾ കൊണ്ടുപോയി വയ്ക്കുന്ന ഹൈറ്റ്, നമ്മൾ സർഫസിൽ നിന്ന് ഈ ഒബ്ജക്റ്റിനെ കൊണ്ടുവയ്ക്കുന്ന ഹൈറ്റ് എർത്തിൻ്റെ റേഡിയസിനെ അപേക്ഷിച്ച് വളരെ കുഞ്ഞിതാണെങ്കിൽ
നമുക്ക് ഒരു സ്പെഷ്യൽ കേസായിട്ട് ഇതിനെ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പുതിയൊരു ഇക്വേഷനിലേക്ക് എത്താം. എച്ച് വെരി മച്ച് ലെസ് ദാൻ ആർ ആണെങ്കിൽ നോക്കിയേ, ഈ ആറിനെ എച്ചിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നേ, എന്ത് വരും, എച്ച് ബൈ ആർ വെരി മച്ച് ലെസ് ദാൻ 1 വരില്ലേ. കാരണം ആർ അവിടുന്ന് വന്നാൽ പിന്നെ അവിടെ ആരാ ഉള്ളത്, 1 ആണുള്ളത്. അപ്പോൾ എച്ച് ബൈ ആർ വെരി മച്ച് ലെസ് ദാൻ 1 എന്ന് വന്നു. അപ്പോൾ എച്ച് ലെസ് ദാൻ ആറിനെ നമുക്ക് എച്ച് ബൈ ആർ വെരി മച്ച് ലെസ് ദാൻ 1 എന്നും എഴുതി വെക്കാം. ക്ലിയർ, വളരെ സിമ്പിൾ ആണ്. എങ്കിൽ നോക്കിയേ, ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു, നമുക്ക് ലാസ്റ്റ് കിട്ടിയ ഇക്വേഷൻ എന്താ, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ അല്ലേടാ മക്കളെ, ആർ സ്ക്വയർ ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ, ഞാൻ ഇതിന്ന് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു, നമ്മുടെ ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു ആർ സ്ക്വയറിനെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു, ജി എച്ച് ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, ആർ സ്ക്വയറിനെ ഞാൻ പുറത്തേക്ക് എടുത്തേ, അപ്പോൾ എന്ത് വന്നു വെച്ചാൽ ആറിൻ്റെ അവിടെ 1 വന്നു ആൻഡ് എച്ചിൻ്റെ അവിടെ എച്ച് ബൈ ആർ വരും. കാരണം ഞാൻ പുറത്തേക്ക് എടുത്തത് ആർ സ്ക്വയറിനെയാണ്. അപ്പോൾ എച്ചിൽ ഓൾറെഡി ആർ ഇല്ല, ആറിൽ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് ഒരു ആറിനെ പുറത്തേക്ക് എടുത്താൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ ആ സാധനം ചെയ്താൽ മതി. അപ്പോൾ ആറിൽ നിന്ന് ഒരു ആർ സ്ക്വയർ പുറത്തേക്ക് എടുത്തു, ദേ അവിടെ 1 വന്നു ആൻഡ് എച്ച് എന്ന് ഒരു ആറിനെ പുറത്തേക്ക് എടുത്തു. എച്ച് എന്ന് ആറിനെ പുറത്തേക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, എച്ച് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, ആർ ചെയ്താൽ മതി. അപ്പോൾ എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എന്ന് വരും. ക്ലിയർ. ആൻഡ് ആർ സ്ക്വയറും എന്തായി പോയി, ക്യാൻസൽ ആയി പോയി. ഈ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ സ്ക്വയർ എങ്ങോട്ടേക്ക് വന്നു, മുകളിലേക്ക് വന്നു. അപ്പോൾ എന്ത് വന്നു നോക്കിയേ, ജി എച്ച് ഡിവൈഡഡ് ബൈ ജി ഇസ് ഈക്വൽ ടു 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ന് വന്നു. കാരണം അടിയിൽ സ്ക്വയർ ആയിട്ടിരിക്കുന്ന ആള് മുകളിലേക്ക് കയറി വരുമ്പോൾ എന്തായിട്ട് വരും, റേസ് ടു -2 എന്ന് വരും. ക്ലിയർ. ആൻഡ് ഇത് നോക്കിയേ, ഇതൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ ആണ് അല്ലേ, സ്പെഷ്യൽ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്താലേ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം റേസ് ടു -2 ഒക്കെ വരുന്ന കേസാണ്. അപ്പോൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാത്സിൽ നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു സംഭവമാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവത്തിനെ എന്ത് ചെയ്യുക, നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ബൈ ബൈനോമിയൽ തിയറം 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് നോക്കിയേ, 1 മൈനസ് 2 എച്ച് ബൈ ആർ ആണ്. ഇതൊന്ന് പഠിച്ചു വെച്ചോ. ബൈ ബൈനോമിയൽ തിയറം 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 എച്ച് ബൈ ആർ. ഇഫ്, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ, ഇഫ് എച്ച് ബൈ ആർ ഇസ് വെരി മച്ച് ലെസ് ദാൻ 1, എച്ച് ബൈ ആർ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റും, 1 മൈനസ് 2 എച്ച് ബൈ ആർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റിസൾട്ടിന് പകരം ഈ പുള്ളിക്കാരന് പകരം ഈ പുള്ളിക്കാരനെ ഇട്ട് കൊടുത്തൂടെ. അപ്പോൾ ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് വന്നു, 1 മൈനസ് 2 എച്ച് ബൈ ആർ വന്നില്ലേ, വളരെ സിമ്പിളായിട്ട് വന്നു. അതിന് ജീനെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അപ്പോൾ എന്ത് വന്നു, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ഡിവൈഡഡ് ബൈ ആർ വന്നില്ലേ. വളരെ സിമ്പിളായിട്ട് എനിക്ക് എന്ത് കിട്ടി, നമുക്ക് റിലേഷൻ കിട്ടി, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. ഇത് ഏത് കണ്ടീഷന് മാത്രം ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ്, ഇത് എച്ച് ആറിനേക്കാൾ വളരെ ചെറുതാണെങ്കിൽ, റേഡിയസ് ഓഫ് എർത്തിനെ അപേക്ഷിച്ച് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഹൈറ്റ് വളരെ ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ആണ് ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. അതായത് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഹൈറ്റ്, അപ്പോൾ നമുക്കറിയാം എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6400 കിലോമീറ്റർ ആണ് അല്ലേ. നമ്മൾ കൊണ്ടുവയ്ക്കുന്ന ഹൈറ്റ് 10 കിലോമീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എച്ച് ഇസ് വെരി മച്ച് ലെസ് ദാൻ ആർ, ദെർഫോർ നമുക്ക് എന്ത് എഴുതാം, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ ഇക്വേഷൻ എഴുതാം. അപ്പോൾ 2 ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമത്തെ ഇക്വേഷൻ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ, ഈ ഒരു ഇക്വേഷനും ഓർത്ത് വെക്കണം. ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ, ഈ ഒരു ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ട 2 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ആണ്. ക്ലിയർ. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോ, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്. ക്ലിയർ. ആൻഡ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത 2 ഇക്വേഷൻസ് ഏതൊക്കെയാണ്, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ്, ജി എച്ച് ഇസ് ഈക്വൽ ടു ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദി ഹോൾ സ്ക്വയർ, ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ഇതിൻ്റെ വേറൊരു ഫോം നമ്മൾ പറഞ്ഞു, ഇഫ് എച്ച് ഇസ് വെരി മച്ച് ലെസ് ദാൻ ആർ then gh is equal to എന്ത് വരും, g into 1 minus 2h by r ആണ്. ഇതും നമ്മൾ പറഞ്ഞു നിർത്തിയതാണ് ഇക്വേഷൻ 2. ആൻഡ് ഡെപ്തിലെ ജിൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, gd is equal to g into 1 minus d divided by r ആണ്. അത് ഒറ്റ ഇക്വേഷനെ നമുക്കുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചു, ഈ ഒരു ഇക്വേഷൻ സ്പെഷ്യൽ കേസ് പഠിച്ചു, മൂന്നാമത്തെ ഒരു ഇക്വേഷനും പഠിച്ചു അല്ലേ. ഇനി ഇവിടെ ശ്രദ്ധിക്കാം,
അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഇക്വേഷനും ഒരു കാര്യം മനസ്സിലാവും അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇത് എർത്ത് ആണെങ്കിൽ, ഇത് എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ, നോക്കിയേ ഇവിടെ നോക്കിയേ, സർഫസ് ആണെങ്കിൽ എർത്തിൻ്റെ സർഫസിന് താഴോട്ട് വരുമ്പോഴും എർത്തിൻ്റെ സർഫസിന് മുകളിലോട്ട് പോകുമ്പോഴും ജീൻ്റെ വാല്യൂ കുറയും. ജീൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ആൻഡ് വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സെൻറ്റർ ഓഫ് എർത്ത്? അത് 0 ആണ്. അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് ജീൻ്റെ വാല്യൂ എന്താണ്? 0 ആണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. ആൻഡ് അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക് പോവുകയാണ് എങ്കിൽ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ നമ്മളൊരു ഗ്രാഫ് ആക്കി വരയ്ക്കാൻ പോവുകയാണ്. ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ഞാൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ y ആക്സിസിലെടുത്തു. ഞാൻ ഡിസ്റ്റൻസ് ഫ്രം സെൻറ്റർ ഓഫ് എർത്ത്, ഡിസ്റ്റൻസ് ആറിനെ ഞാൻ x ആക്സിസിലെടുത്തു. ആൻഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് സെൻറ്റർ ഓഫ് എർത്ത് ആണ്. ഇത് നോക്കിയേ, സെൻറ്റർ ഓഫ് എർത്ത് ആണ്. ഞാൻ സെൻറ്റർ ഓഫ് എർത്ത് നിന്ന് എങ്ങോട്ടേക്ക് പോവാണ്? മുകളിലേക്ക് പോവാണ്, പ്രോഗ്രസ് ചെയ്ത് പോവാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പോകുമ്പോൾ, മുകളിലേക്ക് പോകുമ്പോൾ ഇത്രയും ഭാഗം വരുന്നത് ഡെപ്ത് ആണ്. അവിടെ ജി വേരി ചെയ്യുന്നത് ലീനിയർലി ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഗ്രാഫ് ഇങ്ങനെ വരും. ആൻഡ് ഈ പോയിന്റിൽ എത്തുമ്പോൾ ജീൻ്റെ വാല്യൂ മാക്സിമം ആവും. ആ പോയിന്റ് ഏതാണ്? സർഫസ് ആണ്. അവിടുത്തെ ജീൻ്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ ഗ്രാഫ് അങ്ങ് പഠിച്ചു വെച്ചോ. ഇവിടെ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് എന്തിൻ്റെ വാല്യൂ വരുന്നത്? ജീൻ്റെ വാല്യൂ വരുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇവിടുന്ന് അങ്ങോട്ട് ജീൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്ത് അറ്റ് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ജീൻ്റെ വാല്യൂ എന്താവും? 0 ആവും അറ്റ് എ ഹൈറ്റ്, അല്ലേ? അപ്പോൾ ഈ പാറ്റേണിലാണ് ജി വേരി ചെയ്യുന്നത്. ഇവിടെ ലീനിയർ ആണ് ആൻഡ് ഇവിടെ ഹൈപ്പർബോളയാണ്. ഈ ഗ്രാഫ് കാണാതെ ഓർത്ത് വെച്ചോ. ഇത് ഹൈറ്റിലെ കേസാണ്, ഹൈറ്റിൻ്റെ സാഹചര്യമാണ്. ഇത് ഡെപ്തിൻ്റെ സാഹചര്യമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ലോജിക്കാണ്. ക്ലിയർ? ആൻഡ് ഇത് 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഇക്വേഷൻസ് ആണ്. ഇനി നോക്കിയേ, ഇത് 3 സാഹചര്യങ്ങളാണ്. ഇനി നാലാമത്തെ ഒരു സാഹചര്യം ഞാൻ പറയട്ടെ. ജീൻ്റെ വാല്യൂ മാറുന്ന നാലാമത്തെ ഒരു സാഹചര്യം, ഷേപ്പ് ഓഫ് എർത്തിനനുസരിച്ച് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ എന്ത് സംഭവിക്കാം? വേരിയേഷൻ സംഭവിക്കാം. ദേ നോക്കിയേ, എർത്ത് ഈ ഷേപ്പാണ്. എർത്ത് ശരിക്കും പറഞ്ഞാൽ സർക്കുലാർ അല്ല. എർത്ത് ഏത് ഷേപ്പാണ്? ഈ ഷേപ്പിനെ നമ്മൾ വിളിക്കുന്നത് ജിയോയിഡ് ഷേപ്പ് എന്നാണ്. ജിയോയിഡ് ഷേപ്പ്. ആൻഡ് ഇത് സെൻറ്റർ ഓഫ് എർത്ത് ആണെങ്കിൽ ഇവിടുന്ന് ഈ ദൂരത്തിനെ, ഇക്വേറ്ററിലേക്കുള്ള ഈ ദൂരം പോളിലേക്കുള്ള ഈ ദൂരത്തിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇക്വേറ്ററിലേക്കുള്ള ദൂരം പോളിലേക്കുള്ള ദൂരത്തിനെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ദാറ്റ് ഇസ് ദിസ് ഇസ് റേഡിയസ് ടു ഇക്വേറ്റർ ആൻഡ് ദിസ് ഇസ് റേഡിയസ് ടു പോൾ. ആൻഡ് ഫ്രം ദിസ് ഫിഗർ നമുക്കൊരു കാര്യം മനസ്സിലാവും, RE ഗ്രേറ്റർ ദാൻ RP. ഇനി ഫിഗറിന് മനസ്സിലാവില്ലെങ്കിലും കൃത്യമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പോളിലേക്കുള്ള റേഡിയസിനേക്കാൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ 20 കിലോമീറ്റർ അതിൻ്റെയൊക്കെ ഡിഫറൻസ് എവിടേക്ക് വരും? ഇക്വേറ്ററിലേക്ക് വരും. അപ്പോൾ RE ഗ്രേറ്റർ ദാൻ RP ആയിരിക്കും എപ്പോഴും സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ G is equal to GM ഡിവൈഡഡ് ബൈ R² അല്ലേ? G is equal to GM by R² അല്ലേ? അങ്ങനെ ആകുമ്പോൾ G is inversely proportional to R² അല്ലേ? അങ്ങനെ വരുമ്പോൾ R കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് G കൂടണ്ടേ? അങ്ങനെ വരുമ്പോൾ RP അല്ലേ കുറവ്? അവിടെ എന്ത് കൂടുതലായിരിക്കും? G കൂടുതലായിരിക്കില്ലേ? ദാറ്റ് ഈസ് ഗ്രാവിറ്റി അറ്റ് പോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. GP ഈസ് ഗ്രേറ്റർ ദാൻ GE എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. GP ഈസ് ഗ്രേറ്റർ ദാൻ GE ആയിരിക്കും. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് പോൾസ് ഈസ് ഗ്രേറ്റർ ദാൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ. അങ്ങനെയാണെങ്കിൽ രണ്ട് സൈഡും നമ്മൾ മാസ് വെച്ച് ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്ത് വരും? മാസ് ഇൻറ്റു G പോൾസ് ഗ്രേറ്റർ ദാൻ മാസ് ഇൻറ്റു G ഇക്വേറ്റർ അല്ലേ? MGP ഗ്രേറ്റർ ദാൻ MGE. ഇനി ഇവിടെ നോക്കിയേ, MGP എന്ന് പറയുന്നത് വെയിറ്റ് അല്ലേ? അപ്പോൾ വെയിറ്റ് അറ്റ് പോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് അറ്റ് ഇക്വേറ്റർ അല്ലേ? നോക്കിയേ, വെയിറ്റ് അറ്റ് പോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ വെയിറ്റ് അറ്റ് ഇക്വേറ്റർ എന്നുള്ള കോൺസെപ്റ്റും ഓർത്ത് വയ്ക്കുക. ഗ്രാവിറ്റി അറ്റ് പോൾസ് ഇസ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റി അറ്റ് ഇക്വേറ്റർ എന്നുള്ള ആ പോയിന്റും എന്ത് ചെയ്യുക? വളരെ വൃത്തിയായിട്ട് ഓർത്ത് വയ്ക്കുക, ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സെക്ഷൻ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഒരു ഫാക്ടർ കൊണ്ടുകൂടി ജീൻ്റെ വാല്യൂവിൽ എന്ത് സംഭവിക്കും? വേരിയേഷൻ സംഭവിക്കും. ആ ഫാക്ടറാണ് അഞ്ചാമത്തെ ഫാക്ടർ, റൊട്ടേഷൻ ഓഫ് എർത്ത്. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. എങ്ങാനും ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഒന്ന് പരിഗണിച്ച് വെച്ചോ. ജീൻ്റെ വാല്യൂ എർത്തിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് എങ്ങനെ വേരി ചെയ്യും? ഇത് നോക്കിയേ, ഇത് എർത്ത് ആണെങ്കിൽ എർത്ത് അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്ന ആംഗുലർ വെലോസിറ്റി ഒമേഗയാണെങ്കിൽ ആൻഡ് എർത്തിൻ്റെ ഇക്വേറ്റർ ആണെങ്കിൽ, ഇത് ഇക്വേറ്റർ ആണെങ്കിൽ ഇവിടെയാണ് ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ദേ ഇങ്ങോട്ടേക്കുള്ള ഈ ആംഗിൾ ഫ്രം ഇക്വേറ്റർ ലാംഡയാണെങ്കിൽ ആൻഡ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീൻ്റെ വാല്യൂ എങ്ങനെ മാറും?
നമ്മുടെ റൊട്ടേഷൻ അനുസരിച്ച് വളരെ സിമ്പിളാണ്. പുതിയ ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ. ഇതാണ് ജീൻ്റെ വേരിയേഷൻ കാണിക്കുന്ന ഇക്വേഷൻ. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി മൈനസ് ആർ ഒമേഗ സ്ക്വയർ കോസ് സ്ക്വയർ ലാംഡ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജീൻ്റെ ആ വേരിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ ഒമേഗ എന്ന് പറയുന്നത് ആരാടാ? ഒമേഗ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ആംഗുലാർ വെലോസിറ്റി ആണ്. ലാംഡ എന്ന് പറയുന്ന ആ ആംഗിൾ ഫ്രം ഇക്വേറ്ററിൽ നിന്നുള്ള ആംഗിൾ ആണ്. ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേര് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ എന്ന് വിളിക്കും. ലാംഡ ഈസ് കോൾഡ് ആസ് ലാറ്റിറ്റ്യൂഡ് ആംഗിൾ. ഓർത്ത് വെച്ചോ. ആൻഡ് ദിസ് ആർ ഇസ് റേഡിയസ് ഓഫ് എർത്ത്. ക്യാപിറ്റൽ ആർ എന്താ? റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഓർത്ത് വെച്ചോ. അപ്പോൾ ഈ ഒരു 4 വേരിയേഷൻ അവിടെ സംഭവിക്കും. ഞാൻ എന്തൊക്കെ പറഞ്ഞു? വേരിയേഷൻ ഓഫ് ജി വിത്ത് ഹൈറ്റ് പറഞ്ഞു, വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് കഴിഞ്ഞ വീഡിയോയിലുണ്ട്, പോയി നോക്കുക. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഷേപ്പ് ഓഫ് എർത്ത് പറഞ്ഞു, വേരിയേഷൻ ഓഫ് ജി വിത്ത് റൊട്ടേഷൻ ഓഫ് എർത്ത് പറഞ്ഞു. ഈ 4 ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ഇത് എക്സാമിന് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി ചേർത്ത് പഠിക്കേണ്ടത്, ഇത് നോക്കിയേ, നമ്മുടെ ജീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് സർഫസ് ഓഫ് എർത്ത്, അങ്ങനെ ഒരു ചോദ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ജീൻ്റെ വാല്യൂ സർഫസ് ഓഫ് എർത്തിൽ വരിക? അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാനൊരു ഒബ്ജക്റ്റിനെ എവിടെ കൊണ്ടുപോയി വെച്ചു? സർഫസിൽ കൊണ്ടുപോയി വെച്ചു. അപ്പോൾ ജി അറ്റ് സർഫസ് ഓഫ് എർത്ത് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇത് എക്സാമിന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 2 മാർക്കിനൊക്കെ ചോദിക്കുക. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ജി അറ്റ് സർഫസ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ജി അറ്റ് സർഫസ് ഓഫ് എർത്ത്. എക്സ്പ്രഷൻ ആണ്, വളരെ സിമ്പിളാണ്. ഞാൻ എം മാസുള്ള ഒരു ബോഡിയെ എർത്തിൻ്റെ സർഫസ് കൊണ്ടുവച്ചു. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം. നോക്കിയേ, എർത്തിൻ്റെ സെൻട്രൽ നിന്ന് ബോഡിയിലേക്കുള്ള ദൂരം റേഡിയസ് ഓഫ് എർത്ത്. സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ ഈ എം മാസുള്ള ബോഡി എർത്തിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിറ്റ് ആക്ട് ചെയ്യില്ലേ? തീർച്ചയായിട്ടും ആക്ട് ചെയ്യും. ആ വെയിറ്റ് താഴോട്ടാണ് ആക്ട് ചെയ്യുക. ആ വെയിറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അതൊരു ഫോഴ്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എം ജി ആണ്. ഇതാണ് ഇക്വേഷൻ 1. ക്ലിയർ? വെയിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു എം ജി. താഴോട്ട് ആക്ട് ചെയ്യും. വെയിറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഈ ഒബ്ജക്റ്റ് എർത്തിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ എർത്തും ഒബ്ജക്റ്റും തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ന്യൂട്ടൻ്റെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം എല്ലാ വസ്തുക്കൾ തമ്മിലും എന്തുണ്ടാവും? ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ എം, മാസ് ഓഫ് ഒബ്ജക്റ്റ് സ്മോൾ എം, ഡിവൈഡഡ് ബൈ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ദൂരം ആർ സ്ക്വയർ. ക്ലിയർ? ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. നമുക്ക് 2 ഇക്വേഷൻ്റെയും LHS സെയിം ആണ്. LHS സെയിം ആണെങ്കിൽ RHSകളെ എനിക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് എന്ത് വരും? ഫ്രം 1 and 2 എം ജി ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് വരും? ജി എം എം ബൈ ആർ സ്ക്വയർ വരും. ഫ്രം നമ്മുടെ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 നമ്മുടെ LHS സെയിം അല്ലേ? LHS സെയിം ആണെങ്കിൽ RHSകളെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എം ജി ഈസ് ഈക്വൽ ടു ജി എം എം ബൈ ആർ സ്ക്വയർ വരും. ഇതിലെ ഈ എമ്മും ഇതിലെ ഈ എമ്മും ക്യാൻസൽ ചെയ്ത് പോയാൽ എനിക്ക് എന്ത് വരും? ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ വരും. നോക്കിയേ, ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ദാറ്റ് ഈസ് എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത് ആണ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എർത്ത് ആണ്, ജി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇവയെല്ലാം ചേർന്ന കോൺസ്റ്റന്റുകളുടെ ഒരു പരമ്പരയാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാം ചേർന്ന് കിട്ടുന്ന വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ വാല്യൂവിൻ്റെ വാല്യൂ എത്രയാടാ? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. എക്സ്പ്രഷൻ ഫോർ ജി അറ്റ് സർഫസ് ഓഫ് എർത്ത് പഠിച്ചു വെച്ചോ. ജീൻ്റെ എക്സ്പ്രഷൻ അറ്റ് സർഫസ് ഓഫ് എർത്ത് കണ്ടുപിടിക്കാൻ വളരെ ഈസി ആയിട്ട് 2 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉള്ളത്, ജസ്റ്റ് നോക്കിയേ, എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. 4ാമത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എനർജി ഓഫ് എ സാറ്റലൈറ്റ്. നമ്മൾ 3 എനർജികളും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. അതിൽ ആദ്യത്തെ എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ്. നോക്കിയേ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഓർ ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെ നമ്മൾ യു വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? സാധാരണയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഡെറിവേഷൻ പറയാം. എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, എഴുതിക്കോ. ഇത് എർത്താണ്. എർത്തിൻ്റെ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടെത്തണം. ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി കണ്ടെത്തണം. ആ പോയിന്റ് ഞാൻ എ എന്ന് വിളിച്ചു. ആ പോയിന്റ് എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു R ഡിസ്റ്റൻസ് ദൂരെയാണ് എന്ന് വിചാരിക്കുക. R ഡിസ്റ്റൻസ് ദൂരെയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി
നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഇസ് ഡിഫൈൻഡ് ആസ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു എ വിത്തൗട്ട് ആക്സലറേഷൻ. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ എയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെയാണ് അവിടെ എന്തെന്ന് വിളിക്കാം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ എന്ന് വിളിക്കുക. വളരെ സിമ്പിളാണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഇസ് ഡിഫൈൻഡ് ആസ് വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ് വിത്തൗട്ട് ആൻ ആക്സലറേഷൻ. ദാറ്റ് ഈസ് ഇൻഫിനിറ്റ് പോയിന്റിൽ നിന്ന് നോക്കിയേ ഒരു ഇൻഫിനിറ്റ് ദൂരത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ എയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ചെയ്യേണ്ട വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ആ പോയിന്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുക. ക്ലിയർ? അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാൻ നമ്മൾ എത്ര വർക്ക് ചെയ്യണം നമുക്ക് കണ്ടുപിടിക്കണം. വളരെ സിമ്പിളാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിൻ്റെയും എൻ്റെയും ഇടയിൽ 2 പോയിന്റ്സ് എടുത്തു. പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു. ഓക്കെ, നമ്മൾ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു. ഇത് പി ആണ്, ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൊടുത്തു. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യണം. അടുത്തടുത്തുള്ള 2 പോയിന്റ്സ് ആണ്. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ഡി എക്സ് ആണെന്ന് വിചാരിക്കുക. പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള ഡിസ്റ്റൻസ് ഡി എക്സ് ആണ് എന്ന് വിചാരിക്കുക. അടുത്തടുത്തുള്ള 2 പോയിന്റ്സ് ആണ്. ആൻഡ് പിയിലേക്കുള്ള ദൂരം ഞാൻ എന്തെടുത്തു? പിയിലേക്കുള്ള ദൂരം ഞാൻ എന്തെടുത്തു? എക്സ് എടുത്തു എന്ന് വിചാരിക്കുക. എക്സ്, പിയിലേക്കുള്ള ദൂരം. ഒബ്ജക്റ്റ് ആദ്യം ഇരിക്കുന്നത് എവിടെയാണ്? പിയിലാണ്. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ചെറിയ ദൂരം എനിക്ക് ഡിസ്പ്ലേസ് ചെയ്യണം. ഒബ്ജക്റ്റ് ആദ്യം ഇരിക്കുന്നത് പിയിലാണ്. എം മാസുള്ള ഒരു ഒബ്ജക്റ്റ് പിയിൽ ഇരിക്കുന്നുണ്ട് എങ്കിൽ പിയിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റിന് എർത്തിൻ്റെ മാസ് കാരണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ഞാൻ ആദ്യം എഴുതി. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ഒബ്ജക്റ്റ് അറ്റ് പി. ഇതേ നോക്കിയ ചെറിയ സംഭവങ്ങളാണ് എഴുതുന്നത്. ഒബ്ജക്റ്റ് അറ്റ് പി എത്രയാ? നമ്മുടെ ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു gm1m2/r² അല്ലേ? നോക്കിയേ, ജി ഇൻറ്റു മാസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ എം, മാസ് ഓഫ് ഒബ്ജക്റ്റ് സ്മോൾ എം, പിയിലിരിക്കുന്ന ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം എക്സ് ആണ്, ഡിഫൈൻ ചെയ്തു, x². വളരെ സിമ്പിൾ. എഫ് ഈസ് ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ x². വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും അല്ലേ? ഇനി പിയിലിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഡി എക്സ് ദൂരം നീക്കി ക്യൂയിലേക്ക് കൊണ്ടുവരണം. നോക്കിയേ, പിയിലിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ ഡി എക്സ് ദൂരം നീക്കി വളരെ ചെറിയ ദൂരം ഡി എക്സ് നമ്മൾ എഴുതാൻ കാരണം എന്താ? അത് വളരെ ചെറിയ ദൂരമായതുകൊണ്ടാണ് ഡി എക്സ് എഴുതുന്നത്. ആ ഡി എക്സ് ദൂരം നീക്കി ക്യൂയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമ്മളൊരു വർക്ക് ചെയ്യണം. ആ വർക്ക് കണ്ടുപിടിക്കണം. വർക്ക് ഡൺ ടു മൂവ് ആൻ ഒബ്ജക്റ്റ് ഫ്രം പി ടു ക്യൂ. നോക്കിയേ, വർക്ക് ഡൺ ടു മൂവ് ദി ഒബ്ജക്റ്റ് ഫ്രം പി ടു ക്യൂ. വർക്ക് ഡൺ ടു മൂവ് ദി ബോഡി ഫ്രം പി ടു ക്യൂ. പിയിൽ നിന്ന് ക്യൂയിലേക്കാണ് ആദ്യം മൂവ് ചെയ്യുന്നത്. കാരണം വളരെ ചെറിയ ദൂരം ആദ്യം മൂവ് ചെയ്യും. അതൊരു ചെറിയ വർക്ക് ഡൺ ആയിരിക്കും. DW എന്നാണ് ഞാൻ ആ വർക്ക് ഡണ്ണെ വിളിക്കുക. DW ഇസ് ഈക്വൽ ടു എത്ര വരും? ആ പിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാ? എഫ് ആണ്. ഇൻറ്റു വളരെ ചെറിയ ദൂരമാണ് നീക്കുന്നത്, ഡി എക്സ് ദൂരമാണ് ഞാൻ നീക്കുന്നത്, എഫ് ഇൻറ്റു ഡി എക്സ്. സിമ്പിൾ. അപ്പോൾ DW ഇസ് ഈക്വൽ ടു എഫ് എന്താടാ? എഫ് ഓൾറെഡി എനിക്കറിയാം, GMM ഡിവൈഡഡ് ബൈ x² ആണ്, ഇൻറ്റു ഡി എക്സ് ആണ് എനിക്ക് എന്ത് വരാം? എൻ്റെ DW വരെ. വളരെ ചെറിയ വർക്ക് ഡൺ ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണോ? അല്ല. പിയിൽ നിന്ന് ക്യൂയിലേക്ക് മൂവ് ചെയ്യേണ്ട വർക്ക് ഡൺ ആണോ? അല്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇൻഫിനിറ്റിയിൽ നിന്ന് ഒബ്ജക്റ്റിനെ എവിടേക്ക് മൂവ് ചെയ്യണം? എയിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെയുള്ള ടോട്ടൽ വർക്ക് ഡൺ ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. Therefore total work done to move the object from എവിടുന്ന് എവിടേക്കാടാ? ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക്. ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു എ എന്ത് വരും? നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെറിയ വർക്ക് ഡണ്ണുകളെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ കൂട്ടി വയ്ക്കാം അല്ലേ? ചെറിയ വർക്ക് ഡണ്ണുകളെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്ത് സം ചെയ്ത് പോയി കഴിഞ്ഞാൽ we will get total work done. Therefore total work done W is equal to integral ഇൻഫിനിറ്റിയിൽ നിന്ന് എയിലേക്ക്, അതായത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് എത്ര ദൂരത്താടാ? ഞാൻ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആർ ഡിസ്റ്റൻസിലേക്ക് അല്ലേ? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലേക്ക് എനിക്ക് നീക്കണം എങ്കിൽ എന്ത് വരും? നോക്കിയേ, DW. DWനെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇന്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ എന്ത് വരും?
GMM ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ GMMനെ പതുക്കെ പുറത്തേക്ക് എടുത്തു. എന്ത് വരും? GMM പുറത്തേക്ക് പോന്നാൽ GMM ഇൻറ്റു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/x സ്ക്വയർ ഡി എക്സ്. വളരെ സിമ്പിളാണ്. 1/x സ്ക്വയർ ഡി എക്സ്. 1/x സ്ക്വയറിനെ നമ്മൾ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. എന്ത് വരും മക്കളെ? GMM ഇൻറ്റു ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ x⁻² dx എന്ന് വരും. x⁻² dx ആയിരിക്കും നമ്മുടെ എന്ത് വരിക? 1/x സ്ക്വയറിൻ്റെ x സ്ക്വയർ മുകളിലേക്ക് കൊണ്ടായാൽ പവർ റിവേഴ്സ് ആവും. x⁻² dxനെ നമുക്ക് എന്ത് എഴുതാം? നോക്കിയേ, ഇൻ്റഗ്രലിൻ്റെ റിസൾട്ട് നമുക്കറിയാം. ഇൻ്റഗ്രൽ x⁻² dx എന്ന് പറയുന്നത് x⁻² + 1 ഡിവൈഡഡ് ബൈ -2 + 1 ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ലിമിറ്റുകളാണ് ഈ ഇൻഫിനിറ്റിയും ആറും. അതിനെ നമ്മൾ വിട്ടുകളയരുത്. അതിനെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് എഴുതി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻഫിനിറ്റി ടു ആർ എന്നിട്ട് കൊടുത്തു. x⁻² + 1 x⁻−1 ബൈ -2 + 1 -1. ആ മൈനസിനെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്തേ. -GMM. ഈ മൈനസ് എവിടുന്ന് വന്നു? ഈ -2 + 1 എന്തായി? -1 ആയി. അതിനെ ഞാൻ നേരെ പുറത്തേക്ക് എടുത്തു. -GMM ഇൻറ്റു x⁻² + 1 x⁻−1. അതിനെ ഞാൻ എന്ത് എഴുതി? 1/x എഴുതി. വിത്തിൻ ദ ലിമിറ്റ്സ് ഇൻഫിനിറ്റി ടു ആർ എന്ന് വന്നു അല്ലേ? വിത്തിൻ ദ ലിമിറ്റ്സ് ഇൻഫിനിറ്റി ടു ആർ. ഇനി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഞാൻ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. എക്സിന് ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കണം. അതേപോലെ എക്സിന് ഞാൻ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം, എക്സിന് ഞാൻ ലോവർ ലിമിറ്റ് ഇട്ട് കൊടുക്കണം. ഈ ഇരിക്കുന്ന ആളെ ഞാൻ ഈ ഇരിക്കുന്ന കക്ഷിയെ മുകളിലിരിക്കുന്ന കക്ഷിയെ ഞാൻ അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കും. ആൻഡ് അടിയിലിരിക്കുന്ന ഈ കക്ഷിയെ ഞാൻ എന്ത് വിളിക്കും? ലോവർ ലിമിറ്റ് എന്ന് വിളിക്കും. ലോവർ ലിമിറ്റ്, അപ്പർ ലിമിറ്റ്. വളരെ സിമ്പിൾ അല്ലേ? എക്സിന് ഞാൻ അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ പോവാണ്. നോക്കിയേ, W = -G ഇൻറ്റു M ഇൻറ്റു M ഇൻറ്റു എന്ത് വരും? അപ്പർ ലിമിറ്റ് ഇട്ട് കൊടുത്തു. എന്ത് വരും? 1/xന് പകരം 6 മൈനസ് 1/xന് പകരം ഇൻഫിനിറ്റി. വളരെ സിമ്പിൾ. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. 1/6 മൈനസ് 1/∞. 1/∞ ഞാൻ വെട്ടിക്കളഞ്ഞു. 1/∞ 0 ആണ്. പിന്നെ 1/6 വരും. അപ്പോൾ W = എന്ത് വരടാ? -GMM ഡിവൈഡഡ് ബൈ R വരും. ദിസ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് ദി ഒബ്ജക്റ്റ് ഫ്രം ഇൻഫിനിറ്റി ടു R അല്ലേ? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് ആർ ഡിസ്റ്റൻസിലേക്ക് ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ. W = -GMM/R ആണ്. ദിസ് വർക്ക് ഡൺ is stored as gravitational potential energy. ഈ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ആവുന്നത്? GPE, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. സാറ്റലൈറ്റിൻ്റെ ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ എങ്ങനെ വരും? U = -GMM ഡിവൈഡഡ് ബൈ R വന്നു. വളരെ സിമ്പിൾ അല്ലേ? ഇത് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കാത്ത ഒരു ഡെറിവേഷൻ ആയിരിക്കും. എങ്കിലും പഠിച്ചു വെച്ചോ. ഇംപ്രൂവ്മെൻറ്റിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഡെറിവേഷനാണ് ഈ ഒരു ഡെറിവേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. U = -GMM ഡിവൈഡഡ് ബൈ R എന്നെനിക്ക് എന്ത് കിട്ടി? ലാസ്റ്റ് യുവിൻ്റെ ഇക്വേഷൻ കിട്ടി. ക്ലിയർ? അപ്പോൾ ഞാൻ ആദ്യം പഠിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇനി എനിക്ക് 2 എനർജികൾ കൂടിയുണ്ട്. അപ്പോൾ ഞാൻ എനർജി ഓഫ് സാറ്റലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പേരിലാണ് നമ്മളിത് തുടങ്ങിയത്. അതിൽ ഞാൻ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. ഇനി എനിക്ക് 2 എനർജി കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ എനർജി ഏതാണ്? കൈനറ്റിക് എനർജിയാണ് അല്ലേ? കൈനറ്റിക് എനർജി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. നോക്കിയേ, കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ്. നോക്കി, ഇത് 3 ഡിറൈവ് ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റും പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സാറ്റലൈറ്റും ടോട്ടൽ എനർജിയും ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് എ സാറ്റലൈറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. 12 × m × v² ആണ്. 12 mv² ആണ് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷനായിട്ട് നമ്മൾ പറയാറുള്ളത്. ആൻഡ് ഇതിൽ നോക്കിയേ, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സാറ്റലൈറ്റ് റിവോൾവിങ് അറൗണ്ട് എ പ്ലാനറ്റ്? എന്തായിരിക്കും ആ വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓർബിറ്റൽ വെലോസിറ്റി എന്നാണ്. ആ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. √GMM ഡിവൈഡഡ് ബൈ R ആണ്, അല്ലെങ്കിൽ √GM ഡിവൈഡഡ് ബൈ R ആണ് അല്ലേ? √GM/R ആണ് ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ. GMM ഇല്ല, √GM/R നമ്മൾ പഠിച്ചതാണ്. കഴിഞ്ഞ വീഡിയോയിൽ എടുത്ത് നോക്കുക, ഇതിൻ്റെ ഡെറിവേഷൻ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോ. √GM/R. അപ്പോൾ ഈ ഒരു √GM/R നമ്മൾ ഈ v² വിക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് എന്ത് വന്നു? ഫോർ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, നോക്കിയേ, വളരെ വൃത്തിയായിട്ട് പഠിച്ചോ, 12 m × √GM/R ² ക്ലിയർ? √GM/R ². √GM/R² എന്താ? അത് റൂട്ട് പോയി കിട്ടും. നോക്കിയേ, 12 × m ×
എന്ത് വരടാ, ജി എം ഡിവൈഡഡ് ബൈ ആർ വരില്ലേ. അത് ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ജി എം എം ഡിവൈഡഡ് ബൈ 2r വരില്ലടാ, ജി എം എം ഡിവൈഡഡ് ബൈ 2r വരും. ക്ലിയർ അല്ലേ? അപ്പോൾ എന്ത് വരും, ജി എം എം ഡിവൈഡഡ് ബൈ 2r ആണ് എൻ്റെ എന്തിൻ്റെ ഇക്വേഷൻ, കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ 2r. ഹിഷാം പറയുന്നുണ്ട് ഹാഫ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച്. അത് എന്തിൻ്റെ ഇക്വേഷനാണ് ഹിഷാമേ? ഹാഫ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച് എന്തിൻ്റെ ഇക്വേഷനാണ് ഉദ്ദേശിച്ചത്? കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ആണോ അതോ യെസ്, ജി എം എം ബൈ ആർ പ്ലസ് എച്ച്. അതിന് നമുക്ക് സ്മോൾ ആർ ഇടരുത്, ക്യാപിറ്റൽ ആർ ആണ്, കറക്റ്റ് ആണ്. ജി എം എം ബൈ ആർ പ്ലസ് എച്ച് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ആണ്, കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഹാഫ് ഇൻറ്റു ജി എം എം ഡിവൈഡഡ് ബൈ ആറിനെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാം, ആർ പ്ലസ് എച്ച് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഹിഷാം പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഡെറിവേഷൻ ഒന്ന് പഠിച്ചു വെച്ചോ, പഠിച്ചു വെച്ചോ. ക്ലിയർ അല്ലേ? ആൻഡ് കൈനറ്റിക് എനർജി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടോട്ടൽ എനർജിയാണ്. നമ്മൾ ഓൾറെഡി പൊട്ടൻഷ്യൽ എനർജി നമ്മൾ പറഞ്ഞു, കൈനറ്റിക് എനർജി നമ്മൾ പറഞ്ഞു, ഇനി നമുക്ക് ഓർക്കാനുള്ളത് ടോട്ടൽ എനർജിയാണ്. എന്താണ് ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ആളെയാണ് ടോട്ടൽ എനർജി എന്ന് വിളിക്കുന്നത്. എങ്കിൽ കൈനറ്റിക് എനർജി എത്രയാണ്? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ജി എം എം ഡിവൈഡഡ് ബൈ 2r ആണ്. പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിച്ചു, എത്രയാടാ, മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ ആണ്. രണ്ടും നമ്മൾ ഇട്ട് കൊടുത്തു. ആൻഡ് മൈനസ് ജി എം എം ബൈ ആർ, ജി എം എം ബൈ 2r രണ്ടും ആഡ് ചെയ്യാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്നതിനെ ഞാൻ പുറത്തേക്ക് എടുത്തേ, ജി എം എം ബൈ ആർ ഇൻറ്റു 1/2 മൈനസ് 1 വരും അല്ലേ. 1/2 മൈനസ് 1 വരും. 1/2 മൈനസ് 1 എന്താണ്? ഒന്ന് കമൻറ്റ് ചെയ്തേ. 1/2 മൈനസ് 1, 1 മൈനസ് 1/2 എന്താണ്? 1/2 മൈനസ് 1 എന്താണ്? 1/2 മൈനസ് 1 മൈനസ് 1/2 ആണ് അല്ലേ. മൈനസ് 1/2 ആണ് 1/2 മൈനസ് 1. അര മൈനസ് 1 മൈനസ് അര. അപ്പോൾ മൈനസ് അര ജി എം എം ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 വരും. അതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ 2r എന്ന് എനിക്ക് എഴുതാം. ദിസ് ഈസ് എ എക്സ്പ്രഷൻ ഫോർ ടോട്ടൽ എനർജി എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ എന്തിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിച്ചു? ഇതേ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു, യു ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ ആർ പഠിച്ചു. നോക്കിയേ, ഇതേ നോക്കിയേ, നമ്മൾ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ പഠിച്ചു, ഹാഫ് ജി എം എം ബൈ ആർ പ്ലസ് എച്ച് ഹിഷാം പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ജി എം എം ബൈ 2r. ഇത് രണ്ടിൽ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇടാം. അല്ലെങ്കിൽ ടോട്ടൽ എനർജി നമ്മൾ ഓർത്ത് വയ്ക്കുക, മൈനസ് ജി എം എം ബൈ 2r. ഇത്രയും ഇക്വേഷൻസ് ഓർത്ത് വയ്ക്കുക. ടോട്ടൽ എനർജി മൈനസ് ജി എം എം ബൈ 2r, കൈനറ്റിക് എനർജി ജി എം എം ബൈ 2r, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ബൈ ആർ. ആൻഡ് ടോട്ടൽ എനർജിയുടെ ഈ നെഗറ്റീവ് സൈൻ എന്താണ് കാണിച്ചു തരുന്നത്? ദിസ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് ദ സാറ്റലൈറ്റ് ഈസ് ബൗണ്ട് ടു ദ സർഫസ് ഓഫ് എർത്ത്. സാറ്റലൈറ്റ് ഒരിക്കലും എവിടെ നിന്ന് വിട്ടുപോവില്ല, നമ്മുടെ എർത്തിൽ നിന്ന് വിട്ടുപോവില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്സ് സാറ്റലൈറ്റ് ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എർത്ത്, അല്ലെങ്കിൽ ബൗണ്ട് ടുവേർഡ്സ് എർത്ത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? നെഗറ്റീവ് സൈൻ അവിടെ കൊടുത്തിരിക്കുന്നത്, ടുവേർഡ്സ് എർത്ത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ? അതുകൂടി എന്ത് ചെയ്യാം, ഒന്ന് ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഡെറിവേഷൻസും എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്, ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ 3 എനർജികളും പഠിക്കുക. നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, അത് നമ്മൾ പഠിക്കുക. ആൻഡ് ഈ ഇന്ന് പറഞ്ഞ ഡെറിവേഷനുകൾ എല്ലാം പഠിക്കുക. ഒപ്പം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി പറഞ്ഞ് നമുക്ക് എന്ത് അവസാനിപ്പിക്കാം, നമുക്ക് ഈ ഒരു സംഭവം അവസാനിപ്പിക്കാം. ഒപ്പം 3 കാര്യങ്ങളൂടി പറയാനുണ്ട്. കെപ്ലേഴ്സ് ലോസ് അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വി വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലും രണ്ടാണ്. എന്താണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, യു ഇസ് ഈക്വൽ ടു മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ ആണ്. ഇതിലെ എം എന്ന് പറയുന്ന മാസ് 1 ആണെങ്കിൽ, ഇഫ് എം ഈസ് ഈക്വൽ ടു 1, ദെൻ വി ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് ജി എം ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ആർ വരും. ദാറ്റ് ഈസ് വി ഈസ് ഈക്വൽ ടു എന്ത് വരും?
-gm/r വരും. ആൻഡ് ദിസ് ഈസ് കോൾഡ് as gravitational potential. It is the gravitational potential energy for unit mass. ഒരു യൂണിറ്റ് മാസിന് വേണ്ട ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജീനെ വിളിക്കുന്ന പേരാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കാം അല്ലെ. ഇറ്റ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്നോ അല്ലെങ്കിൽ ഫോർ യൂണിറ്റ് മാസ്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോ. ആൻഡ് അതിനെയാണ് എന്തെന്ന് വിളിക്കാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസിനെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓർത്തു വെച്ചോ. അപ്പോൾ രണ്ടിൻ്റെയും ഇക്വേഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ട ഇക്വേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ കെപ്ലേഴ്സ് ലോസ്. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ചാപ്റ്റർ നിർത്തുകയാണ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ, കെപ്ലേഴ്സ് തേർഡ് ലോ, മൂന്നും വളരെ വിശദമായിട്ട് പറയാം. വളരെ സിമ്പിളാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വേണ്ടത് മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നു. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, അതിനെ നമ്മൾ ലോ ഓഫ് ഓർബിറ്റ്സ് എന്ന് വിളിക്കും. ഓർത്തു വെച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇങ്ങനെയും ചോദിക്കുക, ലോ ഓഫ് ഓർബിറ്റ്സ് എന്നും കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോനെ നമ്മൾ വിളിക്കാറുണ്ട് ലോ ഓഫ് ഓർബിറ്റ്സ്. എന്താ ലോ ഓഫ് ഓർബിറ്റ്സ് പറയുന്നത്? ഇത് ഒരു എലിപ്സ് ആണ്. എലിപ്സിൻ്റെ ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്നത് മേജർ ആക്സിസ് എന്നാണ്. എലിപ്സിൻ്റെ ഈ ലൈനിനെ നമ്മൾ വിളിക്കുന്നത് മൈനർ ആക്സിസ് എന്നാണ്. അപ്പോൾ രണ്ട് ആക്സിസുകൾ ആർക്കുണ്ട്? എലിപ്സിനുണ്ട്. മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. ആൻഡ് ഈ ഒരു പോയിന്റിനെ ഞാൻ ഫോക്കസ് എന്ന് വിളിച്ചു, ഇത് ഫോക്കസ് 1 ആണ്. ഈ ഒരു പോയിന്റിനെ ഞാൻ ഫോക്കസ് എന്ന് വിളിച്ചു, ഇത് ഫോക്കസ് 2 ആണ്. ആൻഡ് ഇത് ഓർത്ത് വയ്ക്കാം, മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ഫോക്കസ്. ക്ലിയർ? ആൻഡ് ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഓക്കെ എം ഇസ് എ മാസ് ഓഫ് എർത്ത് ആണോ? ക്ലിയർ, അത് മാസ് ഓഫ് എർത്ത് ആണ്. ക്യാപിറ്റൽ എമ്മും ക്യാപിറ്റൽ ആറും ഒക്കെ ഡിനോട്ട് ചെയ്യുന്നത് എർത്തിൻ്റെ ആളുകളാണ് കേട്ടോ. നമ്മൾ ക്യാപിറ്റൽസിൽ എന്ത് കൊടുത്താലും അത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് എർത്തിൻ്റെ സംഭവമാണ്. മാസ് ഓഫ് എർത്തും മാസ് ഓഫ് റേഡിയസ് ഓഫ് എർത്തും ആണ്. ക്ലിയർ? യെസ്. അപ്പോൾ നമ്മൾ നിർത്തിയത് കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ, ലോ ഓഫ് ഓർബിറ്റ്സ്. ഇതൊരു എലിപ്സ് ആണ്. ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേര് എലിപ്സ് എന്നാണ്. ഓർത്തു വെച്ചോ, എലിപ്സ്, എലിപ്സ്. ആൻഡ് എലിപ്സിന് മേജർ ആക്സിസ് ഉണ്ട്, മൈനർ ആക്സിസ് ഉണ്ട്. ആൻഡ് ഈ ലോ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ദാറ്റ് ഈസ് എവറി പ്ലാനറ്റ് റിവോൾവ്സ് എറൗണ്ട് സൺ. ഈ സണ്ണാണ്, ഇത് സണ്ണാണ്. സണ്ണിന് ഞാൻ എന്ത് കളർ കൊടുത്തു? യെല്ലോ കളർ കൊടുത്തു. ആൻഡ് സണ്ണിൻ്റെ കിരണങ്ങൾ ഞാൻ വരച്ചേ, ഇത് സൂര്യകിരണങ്ങളാണ്. യെസ്, ഇത് സൂര്യനാണ്. ആൻഡ് എവറി പ്ലാനറ്റിനെ ഞാൻ കുറച്ച് റെഡ് ആക്കി കൊടുത്തു. ഇത് പ്ലാനറ്റ് ആണ്, ദിസ് ഇസ് ദ പ്ലാനറ്റ് ആൻഡ് ദാറ്റ് ഈസ് എ സൺ. ഓക്കെ, എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്സ് with sun situated at any one of its focus. ഏതെങ്കിലും ഒരു ഫോക്കസിൽ ആരിരിക്കും? സൂര്യനിരിക്കും. പ്ലാനറ്റുകളൊക്കെ എങ്ങനെ കറങ്ങുന്നതായിരിക്കും? സൂര്യന് ചുറ്റും ഏത് ഓർബിറ്റിൽ, ഏത് ഷേപ്പുള്ള ഓർബിറ്റിലാണ് കറങ്ങുക? എലിപ്റ്റിക്കൽ ഓർബിറ്റിലാണ് കറങ്ങുക എന്ന് പറയുന്ന ലോ ആണ് നമ്മുടെ ഏത് ലോ? കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ. വളരെ സിമ്പിളായിട്ട് സ്റ്റേറ്റ് ചെയ്ത് പഠിച്ചോ. എവരി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട്, നോക്കിയേ റിവോൾവ്സ്, ഇതിപ്പോൾ എഴുതി പഠിച്ചോ, റിവോൾവ്സ് അറൗണ്ട് സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റ്. കെപ്ലേഴ്സ് ഫസ്റ്റ് ലോ ഒക്കെ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു നാണക്കേട് വേറില്ല. എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൗണ്ട് സൺ ഇൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ഫോക്കസ്. വിത്ത് സൺ സിറ്റുവേറ്റഡ് അറ്റ് എനി വൺ ഓഫ് ഇറ്റ്സ് ഫോക്കസ്. എനി വൺ ഓഫ് ഇറ്റ്സ് ഫോക്കസ്. ഈ ഒരു ലോ ആണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ എന്ന് വിളിക്കുന്നത്. വളരെ സിമ്പിളാണ്, ഇത് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് എക്സാമിന് ഷുവർ ആണ്. ഈ ലോനെ നമ്മൾ വിളിക്കുന്നത് ലോ ഓഫ് ഓർബിറ്റ്സ് എന്നാണ്. ലോ ഓഫ് ഓർബിറ്റ്സ്, ഇത് അങ്ങനെ നിങ്ങൾ എഴുതിയെടുത്തോ, പഠിച്ചു. ആൻഡ് രണ്ടാമത്തൊരു ലോ ഉണ്ട്, കെപ്ലറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ലോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. നോക്കിയേ, കെപ്ലറിൻ്റെ സെക്കൻഡ് ലോനെ നമ്മൾ വിളിക്കുന്നത്, ഓർത്തു വെച്ചോ, ലോ ഓഫ് ഏരിയാസ് ആണ്. ലോ ഓഫ് ഏരിയാസ് സിമ്പിളാണ്. എന്താണ് ലോ ഓഫ് ഏരിയാസ് പറയുന്നത്? വീണ്ടും നോക്കിക്കോ, ഇത് എലിപ്സ് ആണ്, എലിപ്സ്. ആൻഡ് ഇത് മേജർ ആക്സിസ് ഓർ മൈനർ ആക്സിസ്, ഇത് മേജർ ആക്സിസ്. ഞാൻ തൽക്കാലം മേജർ ആക്സിസും മൈനർ ആക്സിസും ഒന്നും മാറ്റുന്നു, എനിക്ക് ഇത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചാൽ മതി. ഞാൻ തൽക്കാലം ഇവിടെ സണ്ണിനെ വരയ്ക്കുന്നു. ഇത് മഞ്ഞ കളറൊന്നും കാണിക്കുന്നില്ല, ഇതാണ് സണ്ണ്, കുഴപ്പമില്ലല്ലോ. ഇതാണ് എൻ്റെ പ്ലാനറ്റ്, ഇതാണ് ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സണ്ണ്. അതിനെ ഞാൻ റേഡിയസ് വെക്റ്റർ എന്ന് വിളിച്ചു.
ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സണ്ണിനെ ഞാൻ എന്ത് എന്ന് വിളിച്ചു? റേഡിയസ് വെക്റ്റർ എന്ന് വിളിച്ചു. ഈ റേഡിയസ് വെക്റ്റർ സ്വീപ്സ് അല്ലെങ്കിൽ കവേഴ്സ് ഡെൽറ്റ ടി ടൈമിൽ ഇത് കവർ ചെയ്യുന്ന ഏരിയ ഞാൻ ഇവിടെ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. നോക്കിയേ, ഡെൽറ്റ ടി ടൈമിൽ ഇത് കവർ ചെയ്യുന്ന ഏരിയ ഞാൻ ഡെൽറ്റ എ എന്ന് വിളിച്ചു. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് പി ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ആ ഒരു ഒബ്ജക്റ്റ് എത്തി എന്ന് വിചാരിക്കാം, ആ ഒരു പ്ലാനറ്റ് എത്തി എന്ന് വിചാരിക്കാം. ആൻഡ് ഇതേ ഡെൽറ്റ ടി ടൈമിൽ ഈ പ്ലാനറ്റ് ഇവിടെ കവർ ചെയ്ത ഏരിയ ഞാൻ വരച്ചു, അത് ഇതാണ്. ഞാൻ ഇതിനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചു. ഇതേ ക്യൂവിൽ നിന്ന് ക്യൂ ഡാഷ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് എത്തി. ഇതേ ഡെൽറ്റ ടി ടൈമിൽ ഇതേ ഏരിയ കവർ ചെയ്തുകൊണ്ടാണ് ഇത് ക്യൂവിൽ നിന്ന് ക്യൂ ഡാഷിലേക്ക് എത്തിയത്. ദാറ്റ് ഈസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. ഒരേ സമയത്ത് ഒരു പ്ലാനറ്റ് കവർ ചെയ്യുന്ന ഏരിയ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും. ഒരേ സമയത്ത് ഒരു പ്ലാനറ്റ് കവർ ചെയ്യുന്ന ഏരിയ എല്ലാ സ്ഥലത്തും ഈക്വൽ ആയിരിക്കും. എ ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് ദി സൺ, അതിന് നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്ത് പറയും, കുറച്ച് സഫോസ്റ്റിക്കേറ്റഡ് ആക്കിയിട്ട് നമ്മൾ കുറച്ചുകൂടി ലോ ഒക്കെ പറയുമ്പോൾ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കോംപ്ലക്സ് ആയിട്ട് പറയും. ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ്. ഒരേ സമയത്ത് ഒരേ ഏരിയ കവർ ചെയ്യും എന്ന് എഴുതി വെച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനി ഒട്ടും നമുക്ക് അതിന് വലിയ ഇംഗ്ലീഷിനോട് നമ്മൾ താല്പര്യമില്ലാത്ത രീതിയിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇത്ര എഴുതി വെച്ചാൽ മതി, ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അത് എഴുതിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് ദി സൺ. ഇത് കറക്റ്റായിട്ട് എഴുതണം എന്ന് ആഗ്രഹമുള്ളവർ ഇതൊന്നും ഓർത്ത് വെച്ചോ. ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സൺ, ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞ റേഡിയസ് വെക്റ്റർ അല്ലേ, ആൻഡ് സൺ സ്വീപ്സ് അല്ലെങ്കിൽ കവേഴ്സ്. നമുക്ക് സ്വീപ്സ് തന്നെ പഠിച്ചു വെക്കാം. സ്വീപ്സ് അല്ലെങ്കിൽ കവേഴ്സ് ഈക്വൽ ഏരിയ ഒരേ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. എല്ലാ സ്ഥലത്തും ഒരേ ഏരിയ ഒരേ സമയത്ത് കവർ ചെയ്യുന്ന പുള്ളിയാണ് ആ ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സൺ അല്ലെങ്കിൽ റേഡിയസ് വെക്റ്റർ. സിമ്പിൾ ആണ്. ദ ലൈൻ ജോയിനിങ് റേഡിയസ് വെക്റ്റർ, ദ ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സൺ, അതിനെ റേഡിയസ് വെക്റ്റർ എന്ന് വിളിക്കും. കവേഴ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം എന്ന് നമ്മൾ വിളിക്കും. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ഏരിയൽ വെലോസിറ്റി. ശരിയാണ് ഹിഷാമെ, ഏരിയൽ വെലോസിറ്റി എന്നാണ് നമ്മൾ പറയുക. നമ്മൾ അതിനെ എങ്ങനെ നമ്മളൊരു ഇക്വേഷൻ ആക്കിയിട്ട് എഴുതാം? ദിസ് കോൺസെപ്റ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഇക്വേഷൻ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഇസ് കോൾഡ് ആസ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടിനെ നമുക്ക് ഏരിയൽ വെലോസിറ്റി എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അത് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് ലോ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഫിഗർ വരച്ച് ഈക്വേഷൻ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. ഒരേ സമയത്ത് ഒരേ ഏരിയ ഓർത്ത് വയ്ക്കുക. ആൻഡ് ഇതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ. ഈ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ഈ പുള്ളിക്കാരൻ കോൺസ്റ്റന്റ് ആണ്. അത് സത്യത്തിൽ ആരാണ് എന്നറിയണ്ടേ? അത് സത്യത്തിൽ L/2m ആണ്. അത് സത്യത്തിൽ ആരാണ്? L/2m ആണ്. ഒന്ന് നോക്കിയേ, L ആരാടാ? L is the angular momentum. L ലെങ്ത് അല്ല, L എന്താണ്? ആംഗുലാർ മൊമെന്റം ആണ്. ആൻഡ് എ ലൈൻ ജോയിനിങ് പ്ലാനറ്റ് ആൻഡ് സൺ സ്വീപ്സ് ഈക്വൽ ഏരിയ ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. ഓർത്ത് വയ്ക്കുക. ഈ ഫിഗർ വരച്ച് ഇക്വേഷൻ പഠിച്ച് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു L/2m പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടി? വളരെ നല്ല മാർക്കുകളിലേക്ക് എത്തി. സിമ്പിൾ. അപ്പോൾ ഇതിനെ ഈ ഒരു ലോനെ നമ്മൾ ലോ ഓഫ് ഏരിയാസ് എന്ന് വിളിക്കും. ലോ ഓഫ് ഏരിയാസ്. ആൻഡ് മൂന്നാമതൊരു ലോ കൂടി ഉണ്ട് കെപ്ലറിന്. അതുകൂടി പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലോ ഓഫ് പീരീഡ്സ് എന്ന് വിളിക്കും. ലോ ഓഫ് പീരീഡ്സ്, അല്ലെങ്കിൽ നമ്മളതിനെ കെപ്ലേഴ്സ് തേർഡ് ലോ എന്ന് വിളിക്കും. കെപ്ലേഴ്സ് തേർഡ് ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് വരാം? കെപ്ലേഴ്സ് തേർഡ് ലോ എന്നും ചോദിക്കാം, അല്ലെങ്കിൽ ലോ ഓഫ് പീരീഡ്സ് എന്നും ചോദിക്കാം. അങ്ങനെ രണ്ട് രീതിയിലും എന്ത് വരാം? ചോദ്യമായിട്ട് വരാം. എങ്ങനെ പഠിച്ചു വെച്ചാലും കുഴപ്പമില്ല, പക്ഷെ രണ്ടും അറിഞ്ഞിരിക്കണം. ലോ ഓഫ് പീരീഡ്സ് വളരെ സിമ്പിളാണ്. ഇത് നോക്കിയേ, ഇതൊരു എലിപ്സ് ആണ്. ഈ ലൈനിനെ നമ്മൾ മേജർ ആക്സിസ് എന്ന് വിളിച്ചു. ആൻഡ് ഈ ഒരു ലൈനിനെ നമ്മൾ മൈനർ ആക്സിസ് എന്ന് വിളിച്ചു. അപ്പം മേജർ ആക്സിസ് ആയി, മൈനർ ആക്സിസ് ആയി, രണ്ട് ആക്സിസ് ആയി. ആൻഡ് ഈ മേജർ ആക്സിസിൻ്റെ പകുതി ദൂരം നമ്മൾ വിളിക്കുന്ന പേര് സെമി മേജർ ആക്സിസ് എന്ന് വിളിക്കും. മേജർ ആക്സിസിന്റെ പകുതി ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേര് സെമി മേജർ ആക്സിസ്. ആൻഡ് ഈ സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ഞാൻ എന്തായിട്ട് എടുത്തു? എ ആയിട്ട് എടുത്തു. സെമി മേജർ ആക്സിസിന്റെ ലെങ്ത് ഞാൻ എന്തായിട്ട് എടുത്തു? എ ആയിട്ട് എടുത്തു. വളരെ സിമ്പിളാണ്. ടൈം പീരീഡിന്റെ സ്ക്വയർ, ഒരു പ്ലാനറ്റ് കറങ്ങുന്ന ടൈം പീരീഡിന്റെ സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ്.
സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് അത് എപ്പോഴും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ് ആയിരിക്കും. പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. ഈ ലോനെ വിളിക്കുന്ന പേരാണ് കെപ്ലറിന്റെ തേർഡ് ലോ. വളരെ സിമ്പിൾ ആണ്. സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് സെമി മേജർ ആക്സിസ്. നോക്കിയേ, ഞാൻ ഇക്വേഷൻ വൈസ് എങ്ങനെ എഴുതാം? ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഈ ലോനെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ലോ, കെപ്ലറിൻ്റെ തേർഡ് ലോ എന്ന് വിളിക്കുന്നത്, ലോ ഓഫ് പീരീഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? ലോ ഓഫ് പീരീഡ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിളിക്കാനായിട്ട് പറ്റും. സിമ്പിൾ. അപ്പോൾ ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു ലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഓർത്ത് വയ്ക്കാം. ആൻഡ് ഇതൊന്നും ഒരു ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്തോ. T1 സ്ക്വയർ ഡിവൈഡഡ് ബൈ T2 സ്ക്വയർ ഇസ് ഈക്വൽ ടു, എനിക്ക് എന്ത് എഴുതാം? A1 ക്യൂബ് ഡിവൈഡഡ് ബൈ A2 ക്യൂബ് എന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതും കൂടി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കെപ്ലറിൻ്റെ 3 ലോസ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററിലേക്ക് കടക്കാൻ പോവുകയാണ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചെറിയൊരു എന്തെടുക്കാം? ബ്രേക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് റിഫ്രഷായി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? കാണാം. ചെറിയൊരു ബ്രേക്ക്.
ഓക്കെ, വെൽക്കം ബാക്ക്. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ ആയിരുന്നു. നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് പോയി ഒന്ന് റിഫ്രഷായി വന്ന് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ ഇടയിലുള്ള ചാപ്റ്റർ നമ്മൾ വിട്ടുപോയി, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്. കമ്പാരിറ്റീവ്ലി ആ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യും. കമ്പാരിറ്റീവ്ലി ആ ചാപ്റ്റർ ഈ ചാപ്റ്ററിൻ്റെ അത്ര ഇതില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിലെ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്തതിന് ശേഷം ആ ചാപ്റ്റർ നമ്മൾ പരിഗണനയിൽ വെച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തുടങ്ങി വെക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിയേ, സ്റ്റേറ്റ് പാസ്കൽസ് ലോ. ആൻഡ് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, the schematic diagram of hydraulic lift is shown in the figure using the Pascal's law. Find the value of F2 in terms of A1 and A2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കിയേ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. പാസ്കൽസ് ലോ എന്താണ്, പാസ്കൽസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, പാസ്കൽസ് ലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോ ആണ്. പാസ്കൽസ് ലോ പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ഇതേ നോക്കിയേ, ഈ ഒരു ലിഫ്റ്റ് ഞാൻ ഇവിടെ വരയ്ക്കാൻ പോവാണ്. ഇതൊരു ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. ഇതേ നോക്കിയേ, ഇതൊരു സിമ്പിൾ ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. യെസ്, ഇതൊരു ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ചിത്രമാണ്. ഞാൻ ഇതിൽ ഒരു പിസ്റ്റൺ ഇവിടെ വെച്ചു, ഒരു പിസ്റ്റൺ ഇവിടെ വെച്ചു. ആൻഡ് ഇതിൽ ഞാനൊരു ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡാണ്. ഇതിൽ ഞാനൊരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഫ്ലൂയിഡാണ്. ഇത് ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത ഒരു ചെറിയൊരു ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. നോക്കിയേ, ഇതൊരു ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ശ്രദ്ധിച്ചോ, ഹൈഡ്രോളിക് ലിഫ്റ്റ്. ആൻഡ് ഞാൻ ഇവിടെ ഒരു എന്ത് അപ്ലൈ ചെയ്യും, ഞാൻ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ദിസ് ഇസ് F1 ആൻഡ് ഇതിൻ്റെ ഏരിയ, ഈ ഒരു പിസ്റ്റൻ്റെ ഏരിയ A1 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ആ ഫോഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്ത് F2 ആയിട്ട് മാറുന്നു. ആൻഡ് ഇവിടുത്തെ ഏരിയ ഞാൻ എന്ത് കൊടുത്തു, A2 കൊടുത്തു എന്ന് വിചാരിക്കുക. ആൻഡ് ഈ ഒരു സാധനത്തിനെ നമ്മൾ ഒരു വലിയൊരു ഒബ്ജക്റ്റിനെ പൊക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കും. ഇവിടെ ഒരു കാറൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഇവിടെ ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് അപ്പുറത്ത് വലിയൊരു ഫോഴ്സ് ആക്കി മാറ്റി നമ്മൾ ഒബ്ജക്ട്സിനെ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും. നമ്മൾ സാധാരണ ഈ കാറൊക്കെ നമ്മൾ കഴുകാൻ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കാറിനൊക്കെ നമ്മൾ പൊക്കി നിർത്തും അല്ലേ. ഇത്രയും ഭാരമുള്ള ഒരു 1000 കിലോ അല്ലെങ്കിൽ 2000 കിലോ ഒക്കെ ഭാരമുള്ള ഒരു കാറിനെ നമ്മൾ അത്രയും സിമ്പിളായിട്ട് അയാൾ എന്ത് ചെയ്യും, ഹൈഡ്രോളിക് ലിഫ്റ്റ് ഉപയോഗിച്ച് പൊക്കുന്നത് കാണുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ആ അത്ഭുതത്തോടെ നോക്കി നിൽക്കാനുള്ള ആ ഒരു സയൻസ്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിക്കാരനാണ്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, പാസ്കൽസ് ലോ എന്ന് വിളിക്കും. പാസ്കൽസ് ലോ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്കൽസ് ലോ എന്താണ്, പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷർ, ഇവിടെ P1 പ്രഷർ അപ്ലൈ ചെയ്തെന്ന് വിചാരിച്ചോ, ഇവിടെ പ്രഷർ P2 ആണെന്ന് വിചാരിച്ചോ. പാസ്കൽസ് ലോ പറയുന്നത് വളരെ സിമ്പിളാണ്. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഈക്വലി ആൻഡ് അൺഡിമിനിഷിംഗ്ലി. ആ വാക്ക് ശ്രദ്ധിച്ചോ, ഞാൻ ഒന്ന് എഴുതി വെക്കാലോ. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ്, അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോ. ഈക്വലി ആൻഡ് അൺഡിമിനിഷിംഗ്ലി, ശ്രദ്ധിച്ചോ, അൺഡിമിനിഷിംഗ്ലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. നോക്കിയേ, ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഡയറക്ഷൻസിലേക്കും ഈക്വലായിട്ടും അൺഡിമിനിഷിംഗ് ആയിട്ടും എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യപ്പെടുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ള ലോ ആണ് പാസ്കൽസ് ലോ. സിമ്പിളാണ്. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഇസ് ഈക്വലി ആൻഡ് അൺഡിമിനിഷിംഗ്ലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പാസ്കൽസ് ലോ എന്ന് വിളിക്കുക. പഠിച്ചു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ തവണയും മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തു വെച്ചോ. ഒരു സൈഡ് അപ്ലൈ ചെയ്ത പ്രഷർ ഈക്വലായിട്ട് അൺഡിമിനിഷിംഗ് ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത പ്രഷർ P1 ആണെന്ന് വിചാരിക്കുക, ഇവിടെ ഉണ്ടായ പ്രഷർ P2 ആണെന്ന് വിചാരിക്കുക. ബൈ പാസ്കൽസ് ലോ എനിക്ക് എന്ത് എഴുതാൻ പറ്റും, ഇത്രയും പറഞ്ഞ സാധനത്തിനെ വളരെ സിമ്പിളായിട്ട് എനിക്ക് എന്ത് എഴുതാൻ പറ്റും, P1 ഈസ് ഈക്വൽ ടു P2 എന്ന് എഴുതാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് പാസ്കൽസ് ലോ. ഒരു ഭാഗത്ത് അപ്ലൈ ചെയ്ത പ്രഷർ ഒട്ടും ചോരാതെ എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു. P1 പ്രഷറാണ് ഇപ്പുറത്ത് അപ്ലൈ ചെയ്തെങ്കിൽ അത് ഒട്ടും ചോരാതെ എല്ലാ സ്ഥലത്തേക്കും എത്തുന്നു. അപ്പോൾ P1 ഉം P2 എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതാണ് പാസ്കൽസ് ലോ. ക്ലിയർ? ആൻഡ് ഇവിടെ നമുക്കറിയാം പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. ശ്രദ്ധിക്കണേ, പ്രഷർ എന്ന് പറഞ്ഞാൽ മക്കളെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ആണ് അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ ആണ് ആര്,
പ്രഷർ. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ എന്താണ്? F1 ഡിവൈഡഡ് ബൈ A1 ആണ്. P2 എന്ന് പറഞ്ഞാൽ എന്താണ്? F2 ഡിവൈഡഡ് ബൈ A2 ആണ്. ശ്രദ്ധിക്കണേ, വളരെ സിമ്പിൾ അല്ലേ? F1 ബൈ A1 ഈസ് ഈക്വൽ ടു F2 ബൈ A2 വരും. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, F2 ഈസ് ഈക്വൽ ടു, ഞാൻ ഈ A2നെ ഇങ്ങോട്ട് കൊടുന്നേ, A2 ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ എന്ത് വന്നു? F1 ഇൻറ്റു A2 മുകളിലേക്ക് വന്നു ആൻഡ് A1 താഴുണ്ട് അല്ലേ? A2 ഡിവൈഡഡ് ബൈ A1. ഇനി ഇവിടെ ശ്രദ്ധിച്ചോ, F2 ഇൻറ്റു A2 ബൈ A1. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ, സസൂക്ഷ്മം നോക്കിക്കേ, ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇതിൽ നോക്കിയേ, ഈ ഒരു സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ ഏരിയ A2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A1 അല്ലേ? ഈ സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പുറത്തെ ഏരിയ കുറച്ച് വലുതായിരിക്കും, ഇപ്പുറത്തെ ഏരിയ കുറച്ച് ചെറുതായിരിക്കും. ദാറ്റ് ഈസ് A2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ A1 ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ A2 A1നേക്കാൾ വലുതാവുമ്പോൾ A2 ബൈ A1 വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം A1 ഇങ്ങോട്ട് കൊടുന്നാൽ പിന്നെ അവിടെ ആരാള്? 1 ആണ്. അപ്പോൾ എന്ത് വരും? F2 ഈസ് ഈക്വൽ ടു, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താടാ? F2 ഈക്വൽ ടു F1 ഇൻറ്റു ഒരു വലിയൊരു സംഖ്യ അല്ലേ, ഒന്നിനേക്കാൾ വലിയൊരു സംഖ്യ. ദാറ്റ് ഈസ് F2 ഈസ് ഒന്നിനേക്കാൾ വലിയൊരു സംഖ്യ പറഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 3F1 വരും. ദാറ്റ് ഈസ് F2 ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ F1 വരും. അതായത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ചെറിയൊരു ഫോഴ്സ് ഇവിടെ വലിയൊരു ഫോഴ്സായിട്ട് മാറുന്നു. ദിസ് ഈസ് പാസ്കൽസ് ലോ. സിമ്പിളാണ്. ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞില്ലേ? വളരെ സിമ്പിൾ അല്ലേ? A2 A1നേക്കാൾ വലിയതായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. A2 A1നേക്കാൾ വളരെ വലുതായിട്ടായിരിക്കും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ A2 ബൈ A1 ഒന്നിനേക്കാൾ വലുതായിരിക്കും. അത് 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? F2 ഈക്വൽ ടു F1 ഇൻറ്റു 3. ദാറ്റ് ഈസ് F2 ഈക്വൽ ടു 3F1. ഇവിടെ നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സാണ് കൊടുത്തതെങ്കിൽ ഇവിടെ അത് എത്ര ന്യൂട്ടൺ ആയിട്ട് മാറും? 30 ന്യൂട്ടൺ ആയിട്ട് മാറില്ലേടാ? 10 ന്യൂട്ടൺ ഇവിടെ 30 ന്യൂട്ടൺ ആയിട്ട് മാറില്ലേ? അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് പാസ്കൽസ് ലോൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ജസ്റ്റ് നോക്കി വെച്ചോ. പ്രഷർ അപ്ലൈഡ് അറ്റ് എനി പാർട്ട് ഓഫ് എ ഫ്ലൂയിഡ് ഇസ് ഈക്വലി ആൻഡ് അൺഡിമിനിഷിംഗ്ലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻസ്. ദിസ് ഇസ് കോൾഡ് ആസ് പാസ്കൽസ് ലോ. ആൻഡ് ഇതിൻ്റെ ഒരു പ്രൂഫാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഓർത്തു വെച്ചോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ഒരു അപ്ലിക്കേഷനാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. വേറെ ചില അപ്ലിക്കേഷൻസ് കൂടി പറയാം, ഓർത്തു വെച്ചോ. ഹൈഡ്രോളിക് ജാക്ക് നമുക്ക് വലിയ വലിയ ഓബ്ജക്ട്സിനെ പൊക്കാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക്. ഹൈഡ്രോളിക് ബ്രേക്സ് നമുക്ക് ഉപയോഗിക്കാം. അതിനെ നമുക്ക് ഇതിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റും. നമ്മുടെ ഹൈഡ്രോളിക് ബ്രേക്സ് വണ്ടികളിലൊക്കെ ഉള്ളത് ഹൈഡ്രോളിക് ബ്രേക്സ് ആണ്. നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്ത് വലിയൊരു ഫോഴ്സാക്കി മാറ്റി അതിനെ വണ്ടീനെ നിർത്താൻ സഹായിക്കുന്നു. ആൻഡ് ഡെന്റിസ്റ്റ് ചെയർ, ഇതൊരു അപ്ലിക്കേഷനാണ്. ഡെന്റിസ്റ്റ് ചെയർ, നമുക്കതിനെ ഡെന്റിസ്റ്റ് ചെയർ എന്ന് വിളിക്കാം. ഡെന്റിസ്റ്റ് ചെയർ എന്ന് പറഞ്ഞാൽ ഡെന്റിസ്റ്റുകൾ നമ്മൾ പല്ല് പറിക്കാനൊക്കെ പോകുമ്പോൾ അവർ കടത്തുന്ന ചെയറിലെ അതും ഇതിൻ്റെ അപ്ലിക്കേഷനാണ്. ഈ ഒരു പാസ്കൽസ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. ഒപ്പം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ കൂടെ ഇതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കേണ്ട അപ്ലിക്കേഷൻസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മൾ പാസ്കൽസ് ലോ പഠിച്ചു കഴിഞ്ഞു. ആൻഡ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. അതൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ജസ്റ്റ് ഒന്ന് നോക്കി. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചു വെച്ചോ. ബെർണോളിസ് പ്രിൻസിപ്പിൾ ജസ്റ്റ് നോക്കിയേ. ബെർണോളിസ് പ്രിൻസിപ്പിൾ പറയുന്നത് വളരെ സിമ്പിളാണ്. ഇതിനെ നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ്സ് എന്ന് വിളിക്കാം. ഈ ഒരു പ്രിൻസിപ്പിളിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇൻ ഫ്ലൂയിഡ്സ് എന്ന് നമുക്ക് ചുരുക്കപ്പേരിട്ട് വിളിക്കാം. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. ഫ്ലൂയിഡ്സിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് നമുക്ക് ബെർണോളിസ് പ്രിൻസിപ്പിളിനെ വിളിക്കാം. ഇത് വളരെ സിമ്പിളാണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് total energy of a fluid flowing from one place to another will always be constant. ഇത്രേ ഉള്ളൂ. Total energy of a fluid flowing from one place to another will always remain constant. This is called as Bernoullis principle. Bernoullis principle എന്ന് നമുക്ക് അതിനെ വിളിക്കാൻ പറ്റും. വളരെ സിമ്പിൾ. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന രണ്ട് എനർജികൾ ഏതൊക്കെയാണ്? നമുക്ക് ആകെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി അറിയാം, പൊട്ടൻഷ്യൽ എനർജി അറിയാം, വേറൊരു എനർജി നമുക്കറിയില്ല. പക്ഷേ ഇതിലൊരു എനർജി കൂടി ഉണ്ട്. That is kinetic energy plus potential energy plus ഞാൻ അതിനെ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം. ഇവിടെ കൈനറ്റിക് എനർജി എന്താണ് എന്ന് നമുക്കറിയാം. കൈനറ്റിക് എനർജി പ്ലസ് നോക്കിയേ, കൈനറ്റിക് എനർജി പ്ലസ്
പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി. മൂന്നാമതൊരു എനർജി കൂടിയുണ്ട്, പ്രഷർ എനർജി എന്ന് പറയും. മക്കളെ നോക്കിയേ, പ്രഷർ എനർജി. പ്രഷർ എനർജി will always remain constant. This law is called നമ്മുടെ സ്വന്തം ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇത്രേ ഉള്ളൂ. ഇത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി will always remain constant or total energy will always remain constant. ഇതിനെ നമ്മൾ ഒന്ന് ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോവാണ്. നോക്കിയേ, കൈനറ്റിക് എനർജി ½ mv². നോക്കിയേ, വളരെ സിമ്പിൾ അല്ലേ? പൊട്ടൻഷ്യൽ എനർജി നോക്കിയേ, m×g×h നമുക്കറിയാം, പ്ലസ് പ്രഷർ എനർജി. ഇത് ചിലപ്പോൾ അറിയണ്ടാവില്ല. പ്രഷർ എനർജി എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു വോളിയം. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? പ്രഷർ എനർജി എന്ന് വിളിക്കുക. പ്രഷർ എനർജി വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഇതിനെ നമുക്ക് വേറൊരു ഫോമിൽ എഴുതാം. മക്കളെ നോക്കിയേ, പ്രഷർ എനർജി എന്ന് പറയുന്ന ആ എനർജിയിലെ വോളിയത്തിനെ ഞാൻ എല്ലാം കൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്കിയേ, ½ mv² ഡിവൈഡഡ് ബൈ വോളിയം. വലിയ വി വോളിയാണ്, പ്ലസ് mgh ഡിവൈഡഡ് ബൈ വോളിയം. വലിയ വി വോളിയാണ്, പ്ലസ് pv ഡിവൈഡഡ് ബൈ വി വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. എല്ലാത്തിനെയും ഞാൻ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്തു. നോക്കിയേ, വളരെ സിമ്പിളാണ്. മാസ് ബൈ വോളിയം. നോക്കിയേ, മാസ് ബൈ വോളിയം. ഇവിടെയും മാസ് ബൈ വോളിയം. ഇവിടെ വോളിയം കട്ട് ചെയ്തു, ഒന്നുമില്ല. മാസ് ബൈ വോളിയം ഡെൻസിറ്റി. മാസ് ബൈ വോളിയം ഡെൻസിറ്റി അല്ലേ? നോക്കിയേ, ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു v². റോ ഇൻറ്റു ഹാഫ് v² അല്ലേ? ഹാഫ് റോ v² പ്ലസ് m/v ഇൻറ്റു gh. m/v റോ ആണ്, റോ ഇൻറ്റു g ഇൻറ്റു h. സിമ്പിൾ. റോ ഇൻറ്റു g ഇൻറ്റു h പ്ലസ് p ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ക്ലിയർ? വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഹാഫ് റോ v² പ്ലസ് റോ gh പ്ലസ് p ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഞാൻ ഇതിനെ ഒന്ന് ഷഫിൾ ചെയ്ത് എഴുതി. p ആദ്യം എഴുതി, പ്ലസ് ഹാഫ് റോ v² പിന്നെ എഴുതി, പ്ലസ് റോ gh ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് പറ്റും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ. p പ്ലസ് ഹാഫ് റോ v² പ്ലസ് റോ gh ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സിമ്പിൾ. ഇപ്പോൾ ഇത് പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചു വയ്ക്കാം, ഇത് പഠിച്ചു വയ്ക്കാം. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പ്ലസ് പ്രഷർ എനർജി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് ഫ്ലോയിങ് ഫ്രം വൺ പ്ലേസ് ടു അതർ വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ ഹാഫ് mv² പ്ലസ് mgh പ്ലസ് pv ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഒറ്റൊന്ന് പഠിച്ചു വെച്ചാൽ മതി, പ്രഷർ പ്ലസ് ഹാഫ് റോ v² പ്ലസ് റോ gh ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. വേറെ ഒന്നും നോക്കണ്ട. ഈ ചോപ്പ് എഴുതിയ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചു. ചോപ്പിൽ എഴുതിയ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വേറെ ഒന്നും നോക്കണ്ട. സം ഓഫ് പ്രഷർ പ്ലസ് ഹാഫ് റോ v² കൈനറ്റിക് എനർജി ബൈ വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സിമ്പിൾ. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതി വെച്ചാൽ, സ്റ്റേറ്റ് ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. സിമ്പിൾ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വേണം നിർബന്ധം പിടിക്കുന്ന മാഷന്മാർക്ക് നമ്മൾ കൊടുക്കാതിരുന്നാൽ പറ്റുമോ? അല്ല, നമ്മൾ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? ദ സം ഓഫ് പ്രഷർ പ്ലസ് ദേ നോക്കിയേ, ഹാഫ് mv² ബൈ വോളിയം, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ബൈ വോളിയം പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എഴുതി വെച്ചാൽ സം ഓഫ് പ്രഷർ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇങ്ങനെ എഴുതി വെച്ചാലും നമുക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പോൾ ഈ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചോ, ബാക്കിയൊന്നും ആവശ്യമില്ല. ബാക്കിയൊക്കെ ഞാൻ അതിൻ്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ദ സം ഓഫ് പ്രഷർ കൈനറ്റിക് എനർജി ബൈ വോളിയം പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഈ ഒരു ലോനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുക? ബെർണോളിസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുക. ഇതിൻ്റെ ഒരു പ്രൂഫ് പഠിച്ചു വെക്കണം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ റെഡിൽ എഴുതിയിട്ടുള്ള റെഡ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിറൈവ് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചോ, ഞാനൊരു നോൺ യൂണിഫോം പൈപ്പ് സങ്കല്പിക്കാൻ പറഞ്ഞു. നിങ്ങൾ സങ്കല്പിച്ചു. ഇതൊരു നോൺ യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു പൈപ്പാണ് എന്ന് സങ്കല്പിക്കുക. സിമ്പിൾ. ഇത് ഗ്രൗണ്ടാണ് സങ്കല്പിക്കുക. ആൻഡ് ഈ റീജിയനെ ഞാൻ റീജിയൻ 1 എന്ന് വിളിച്ചു, സങ്കല്പിക്കുക. ഈ റീജിയനെ റീജിയൻ 2 എന്ന് വിളിച്ചു, സങ്കല്പിക്കുക. സിമ്പിൾ അല്ലേ? ആൻഡ് ഇതിൻ്റെ ഡെറിവേഷൻ വളരെ സിമ്പിളാണ്. നോക്കിയേ, വെലോസിറ്റി ഞാൻ എന്ത് കൊടുത്തു? v2 എന്ന് കൊടുത്തു. ക്ലിയർ?
V2 എന്ന് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡിഫൈൻ ചെയ്തു. ക്ലിയർ അല്ലേ? ഫോഴ്സ് ഡിഫൈൻ ചെയ്തു, പ്രഷർ ഡിഫൈൻ ചെയ്തു, ഏരിയ ഡിഫൈൻ ചെയ്തു, വെലോസിറ്റിയും ഡിഫൈൻ ചെയ്തു, എല്ലാ കാര്യങ്ങളും ഡിഫൈൻ ചെയ്തു. ഇനി ഇവിടെ നോക്കിക്കോട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നു. ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്, ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. ആൻഡ് ഞാനിവിടെ ചെറിയൊരു വോളിയം അസ്യൂം ചെയ്യാൻ പറഞ്ഞേ. ഇവിടെ ചെറിയൊരു ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് Δx1 എന്ന് ഞാൻ കൊടുത്തു. Δx1 ചെറിയൊരു ഡിസ്റ്റൻസ്, Δx1. ആൻഡ് ഇവിടെ ഞാൻ ചെറിയൊരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ആ ഡിസ്റ്റൻസിനെ ഞാൻ എന്ന് വിളിച്ചു? Δx2 എന്ന് വിളിച്ചു. സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ഡിഫൈൻ ചെയ്തു. ഇനി ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷനിലേക്ക് കടക്കുകയാണ്. 5 സ്റ്റെപ്പോടുകൂടി ഈ ഡെറിവേഷൻ കഴിയും. 4 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കുന്ന ഡെറിവേഷനാണ്. 5 സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ ഡെറിവേഷൻ കഴിഞ്ഞു. ഈ ഡെറിവേഷൻ നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പ് നോക്കിയേ. ഫസ്റ്റ് സ്റ്റെപ്പ്, ഇവിടുന്ന് ഞാനൊരു വെള്ളത്തിനെ ഇങ്ങോട്ട് വിടുകയാണ്. വെള്ളം ഈ പൈപ്പിലൂടെ ഒഴുക്കി വിടുകയാണ്. അപ്പോൾ ഇവിടുന്ന് വെള്ളം ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് Δx1 ദൂരം ഒഴുകാൻ ഒരു വർക്ക് ചെയ്യണം. അപ്പോൾ വർക്ക് ഡൺ ഇൻ റീജിയൻ 1. ഒരു വെള്ളത്തിനെ ഞാൻ ഒഴുക്കി വിടുകയാണ്. അപ്പോൾ Δx1 ദൂരത്തിന് വെള്ളം മൂവ് ചെയ്യാൻ എന്ത് വേണം? ഒരു വർക്ക് നമ്മൾ ചെയ്യണം. വെറുതെ ഒന്നും വെള്ളം നീങ്ങോ? അപ്പോൾ ഞാൻ വർക്ക് ഡൺ ഇൻ റീജിയൻ 1 കണ്ടുപിടിക്കാൻ പോവാണ്. വർക്ക് ഡൺ ഇൻ റീജിയൻ 1 എങ്ങനെ കണ്ടുപിടിക്കാം? എനിക്കറിയാവുന്ന ഏറ്റവും ബേസിക് ഇക്വേഷൻ W1 ഞാൻ കൊടുത്തു. റീജിയൻ 1 W1 ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ദാറ്റ് ഇസ് F1 ഇൻറ്റു Δx1 ആണ് എൻ്റെ എന്ത് വരുന്നത്? വർക്ക് വരുന്നത്. ക്ലിയർ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇനി എനിക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ് മക്കളെ. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ. കാരണം നമ്മുടെ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് വരും? പ്രഷർ ഇൻറ്റു ഏരിയ വരും. അപ്പോൾ ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. W1 ഇസ് ഈക്വൽ ടു നോക്കിയേ, W1 ഇസ് ഈക്വൽ ടു F1 എന്ന് പറയുന്നത് എന്താ? P1 ആണ്. ആൻഡ് എ എന്ന് പറയുന്നത് ഏരിയ A1 ആണ് ഇൻറ്റു Δx1 ആണ്. ഓർത്ത് വെച്ചോ, A1 Δx1. ആൻഡ് ഇവിടെ നോക്കിക്കോ, A1 ഇൻറ്റു Δx1. നീ നോക്കി ഇതൊരു സിലിണ്ടർ ആണ്. ഇത് എന്താണ്? സിലിണ്ടറിൻ്റെ ഹൈറ്റ് ആണ്. അതിന് Δx1 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയ A1 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, A1 ഇൻറ്റു Δx1 എന്ന് പറയുന്നത് മക്കളെ V1 അല്ലേ? വോളിയല്ലേ? A1 ഇൻറ്റു Δx1 ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് വോളിയാണ്. അങ്ങനെയാണെങ്കിൽ P1 A1 Δx1, A1 ഇൻറ്റു Δx1 ഞാൻ V1 എഴുതിക്കൂടെ? വളരെ സിമ്പിളായിട്ട് എഴുതിക്കൂടെ? അപ്പോൾ W1 ഇസ് ഈക്വൽ ടു P1 ΔV1 എന്ന് എനിക്ക് എഴുതിക്കൂടെ? ഇക്വേഷൻ 1. സിമ്പിൾ അല്ലേ? W1 ഇസ് ഈക്വൽ ടു P1 ΔV1. കാരണം എന്താ? A1 ഇൻറ്റു Δx1 ഇസ് ഈക്വൽ ടു A1 Δx1 ഈസ് ഈക്വൽ ടു ΔV1 എന്ന് ഞാൻ എഴുതി. സിമ്പിൾ, അത്ര എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അപ്പോൾ P1 ΔV1 എന്ന് എനിക്ക് കിട്ടി. ഇനി നോക്കിയേ, രണ്ടാമത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ്. നമ്മൾ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി 4 സ്റ്റെപ്പോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. എങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഞാൻ റീജിയൻ 2 ഒരു വർക്ക് നടക്കുന്നുണ്ട്. ആ വർക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. വർക്ക് ഡൺ ഇൻ റീജിയൻ 2. നോക്കിയേ, വർക്ക് ഡൺ ഇൻ റീജിയൻ 2. നോക്കിയേ, വളരെ സിമ്പിളാണ്. വർക്ക് ഡൺ ഇൻ റീജിയൻ 2 എനിക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? സെയിം, വർക്ക് ഡൺ ഇൻ റീജിയൻ 2 W2 ഇസ് ഈക്വൽ ടു, വീണ്ടും അവിടുത്തെ ഫോഴ്സ് എത്രയാ? F2. ആൻഡ് അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാ? Δx2. സിമ്പിൾ, F2 Δx2 അതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. F2 ഇൻറ്റു Δx2 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? ആൻഡ് ഇവിടെ നോക്കിയേ, ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ഏരിയ ആണ്. മുകളിൽ ചെയ്ത അതേ പരിപാടി. P2 ഇൻറ്റു A2 ഇൻറ്റു Δx2 ഇതാണ് നമ്മുടെ എന്ത് വരിക? ഇക്വേഷൻ വരിക. പ്രഷർ ഇൻറ്റു ഏരിയ ഫോഴ്സ്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. നോക്കിയേ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. സോ F2 ഈക്വൽ ടു P2 A2. ആൻഡ് A2 ഇൻറ്റു Δx2 ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് വോളിയം അല്ലേ? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, സിലിണ്ടറിൻ്റെ ഏരിയ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് വോളിയാണ്. അപ്പോൾ P2 ഇൻറ്റു A2 Δx2 ΔV2 എന്ന് ഞാൻ എഴുതി. വല്ല വിരോധമുണ്ടോ? ഇല്ല. അങ്ങനെ എനിക്ക് W2ഉം കിട്ടി. വളരെ സിമ്പിളായിട്ട് കിട്ടി. W2 ഇസ് ഈക്വൽ ടു P2 ΔV2. സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ? ആൻഡ് അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ്, 2 സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, 2 സ്റ്റെപ്പോടുകൂടി നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ പോവുകയാണ്. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ. നെറ്റ് വർക്ക് ഡൺ. നമ്മൾ ചെയ്ത നെറ്റ് വർക്ക് ഡൺ എത്രയാണ്? നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയാണ്? നെറ്റ് വർക്ക് ഡൺ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. നെറ്റ് വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു W1 മൈനസ് W2 ആണ്. W1 മൈനസ് W2 ചെയ്താൽ
നെറ്റ് വർക്ക് ഡൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. W1 മൈനസ് W2. നോക്കിയേ, W1 എത്രയാടാ? W1 ഇറ്റ് ഈസ് P1 ഡെൽറ്റ V1. W2 എത്രയാടാ? ഇറ്റ് ഈസ് P2 ഡെൽറ്റ V2. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എഴുതി, സിമ്പിൾ അല്ലേ? P1 ഡെൽറ്റ V1 മൈനസ് P2 ഡെൽറ്റ V2. ദിസ് ഇസ് നെറ്റ് വർക്ക് ഡൺ, ഇക്വേഷൻ 3. നോക്കിയേ, വളരെ സിമ്പിൾ കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വളരെ സിമ്പിൾ കാര്യങ്ങൾ. നെറ്റ് വർക്ക് ഡൺ കണ്ടുപിടിച്ചു. അടുത്ത സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നു. നോക്കി, ഈ പേജ് തന്നെ നോക്കിയിരുന്നോ? 5 സിമ്പിൾ സ്റ്റെപ്പോട് കൂടി ഈ ഒരു സംഭവം എന്ത് ചെയ്യും? അവസാനിക്കും. അങ്ങനെ 4ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈയിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. എന്താണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി മക്കളെ? ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ ഫ്ലോഡ് will always remain constant. വോളിയം എല്ലായ്പ്പോഴും എന്തായിട്ട് നിലനിൽക്കും? കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. വോളിയം എല്ലായ്പ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു നിശ്ചിത സമയത്ത് ഒഴികെ വെള്ളത്തിന്റെ വോളിയം എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്ന ലോ ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് വോളിയം ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? വളരെ സിമ്പിളാണ്. വോളിയം കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് ഡെൽറ്റ V1 വോളിയം, ഡെൽറ്റ V2 വോളിയം, അത് കോൺസ്റ്റന്റ് ആണ്, ദാറ്റ് ഈസ് അതിനെ ഞാൻ എന്ത് വിളിച്ചു? ഡെൽറ്റ V എന്ന് വിളിച്ചു. വല്ല വിരോധമുണ്ടോ? വോളിയം കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ V1 ഈക്വൽ ടു ഡെൽറ്റ V2 ഈക്വൽ ടു ഡെൽറ്റ V. വളരെ സിമ്പിൾ. വോളിയം ഓഫ് വാട്ടർ വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇക്വേഷൻ മാറി. therefore W is equal to, നോക്കിയേ, P1 ഡെൽറ്റ V മൈനസ് P2 ഡെൽറ്റ V. ഡെൽറ്റ V1 പകരം ഡെൽറ്റ V2 പകരം ഞാൻ എന്ത് കൊടുത്തു? ഡെൽറ്റ V ഇട്ട് കൊടുത്തു. വളരെ സിമ്പിളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ആ ഡെൽറ്റ V രണ്ട് സൈഡും ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇന്ന് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് വന്നു? W is equal to ഡെൽറ്റ V പുറത്തേക്ക് എടുത്താൽ P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V എന്ന് വന്നു. ദിസ് ഈസ് അവർ ഇക്വേഷൻ 4. 4ാമത്തെ സ്റ്റെപ്പ് 4 ഇക്വേഷൻസ് ആയി. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. വോളിയം കോൺസ്റ്റന്റ് ആണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പ്രകാരം. 4ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഇനി 5ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പോട് കഴിഞ്ഞാൽ നമ്മുടെ ഡെറിവേഷൻ കംപ്ലീറ്റ് ആയി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. 5ാമത്തെ സ്റ്റെപ്പ് എന്താ പറയുന്നത്? വളരെ സിമ്പിൾ ആണ്. ഞാൻ വർക്ക് എനർജി തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്ലൈയിങ് വർക്ക് എനർജി തിയറം. അപ്ലൈയിങ് വർക്ക് എനർജി തിയറം. എനർജി തിയറം, വർക്ക് എനർജി തിയറം പറയുന്നത് എന്താ? വർക്ക് ഡൺ എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും? ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനും, പൊട്ടൻഷ്യൽ എനർജിക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനും പ്രൊപ്പോർഷണൽ ആയിരിക്കും വർക്ക് ഡൺ. നമ്മുടെ വർക്ക് ഡൺ, നമ്മുടെ സ്വന്തം വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു, എനിക്ക് എന്ത് എഴുതാം? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് എനിക്ക് എഴുതി വെച്ചൂടെ? ഇതാണ് വർക്ക് എനർജി തിയറം. ഇനി നോക്കിക്കോട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് എന്ത് എഴുതാം? നോക്കിയേ, വർക്ക് ഡൺ എനിക്കിവിടെ കിട്ടിയത് P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ആണ്. P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ഈക്വൽ ടു, ഞാനിവിടെ എഴുതുന്നതിന് പകരം ഒന്നെടുത്ത് അടുത്ത പേജിലേക്ക് എഴുതാൻ പോവാണ്. ജസ്റ്റ് നോക്കിയേ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് കിട്ടിയത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാസ്റ്റ് കിട്ടിയ സംഭവം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി. വർക്ക് ഡൺ എത്രയാണ് എനിക്ക് കിട്ടിയത്? P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ആണ്. മക്കളെ നോക്കിയേ, P1 മൈനസ് P2 ഇൻറ്റു ഡെൽറ്റ V ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് M ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് what is change in potential energy? Final potential energy minus initial potential energy, that is mg into h2 minus h1. Clear? mg into h2 minus h1 എന്ന് നമുക്ക് കിട്ടും. സിമ്പിൾ ആയിട്ട് കിട്ടും. ഞാൻ എന്ത് ചെയ്തു? എല്ലാത്തിനെയും ഈ P1 മൈനസ് P2 അവിടെ നിർത്തി എല്ലാത്തിനും ഡെൽറ്റ V കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? P1 മൈനസ് P2, ഈ ഡെൽറ്റ വിനെ മൊത്തം അങ്ങോട്ട് കൊണ്ടുപോയി, ഈക്വൽ ടു, അപ്പോൾ എനിക്ക് ഇവിടെ ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കി. P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് M ബൈ ഡെൽറ്റ V ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് M ബൈ ഡെൽറ്റ V G H2 മൈനസ് H1 എന്നെനിക്ക് കിട്ടി. ഇനി ഇവിടെ നോക്കിയേ, മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ്. ഒന്ന് മാറ്റി എഴുതി. P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ പ്ലസ് മാസ് ബൈ വോളിയം ഡെൻസിറ്റി റോ G ഇൻറ്റു H2 മൈനസ് H1. സിമ്പിൾ അല്ലേ?
വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്തു, ബ്രാക്കറ്റ് തുറന്ന് അങ്ങോട്ട് ഇങ്ങോട്ടും കൊണ്ടുപോയി. 1 ഉള്ളതൊക്കെ ഇങ്ങോട്ട് കൊടന്നു, 2 ഉള്ളതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. നോക്കിയേ, P1 ഇവിടെ ഉണ്ട്, ഹാഫ് റോ V1 സ്ക്വയർ മൈനസ് ഉള്ളത് ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ എന്ത് വന്നു, പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ വന്നു, മൈനസ് റോ GH1 ഇങ്ങോട്ട് കൊടുന്നു. അപ്പോൾ എന്ത് വന്നു, പ്ലസ് റോ GH1 ഈക്വൽ ടു മൈനസ് V2 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ പ്ലസ് V2 ആയി. പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ ഉണ്ട്, പോസിറ്റീവ് ആണ്, ഹാഫ് റോ V2 സ്ക്വയർ പ്ലസ് റോ GH2 ഉണ്ട്, അത് പോസിറ്റീവ് ആണ്, റോ GH2. അങ്ങനെ എനിക്ക് എന്ത് കിട്ടി, P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square plus rho GH2 എനിക്ക് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടിയില്ലേ. P1 plus half rho V1 square plus rho GH1 is equal to P2 plus half rho V2 square rho GH2. അതിന് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം, P plus half rho V square plus rho GH is equal to എനിക്ക് എന്ത് എഴുതാം, കോൺസ്റ്റന്റ് എന്ന് എനിക്ക് എഴുതി വെക്കാം. ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ദസ് വി പ്രൂവ്ഡ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. 5 സ്റ്റെപ്പോടുകൂടി ബെർണോളിസ് പ്രിൻസിപ്പിൾ വളരെ ഈസി ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, പ്രൂവ് ചെയ്യാൻ പറ്റി. ഈ 5 സ്റ്റെപ്പ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഈ ഫിഗർ വരയ്ക്കാം, ഈ 5 സ്റ്റെപ്പുകൾ എഴുതാം, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്തിലേക്ക് എത്താം, ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ പ്രൂവ് ചെയ്തു, ഒപ്പം ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മൾ സ്റ്റേറ്റ് ചെയ്തു. എങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം, സം ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി ബൈ വോളിയം, പൊട്ടൻഷ്യൽ എനർജി ബൈ വോളിയം വിൽ ആൾവേസ് റിമെയിൻ കോൺസ്റ്റന്റ്. നിങ്ങൾ ഈ 2 ഇക്വേഷൻസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷനും സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഒന്നും നോക്കണ്ട, ഇതും എഴുതി വെച്ചോ, ഇതും എഴുതി വെച്ചോ, വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. ഇത് 2 നിങ്ങൾ കട്ടക്ക് എഴുതി വെച്ചോ, വേറൊന്നും നോക്കണ്ട. ഇതും എഴുതി വെച്ചോ ആൻഡ് ഇതും എഴുതി വെച്ചോ. ഇത് 2 എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി, മാർക്ക് കിട്ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്തോ, ഈ ഫിഗർ വരച്ചോ. ഈ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗർ പഠിച്ചു വെച്ചോ. ഈ ഫിഗറും ഒപ്പം ഈ 5 സ്റ്റെപ്പുകൾ, വർക്ക് ഡൺ ഇൻ റീജിയൻ 1, വർക്ക് ഡൺ ഇൻ റീജിയൻ 2, നെറ്റ് വർക്ക് ഡണ്, അപ്ലൈയിങ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി, അപ്ലൈയിങ് വർക്ക് എനർജി തിയറം. ഈ 5 പോയിന്റുകൾ എഴുതിക്കോ. 5 സ്റ്റെപ്പ് എഴുതിയാൽ 5 മാർക്കും വളരെ ഈസി ആയിട്ട് കിട്ടി. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്തു, അത് നമ്മൾ പ്രൂവ് ചെയ്തു. ആൻഡ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. A solid sphere of radius r and density rho ആണ്, is falling through a viscous medium of density sigma and coefficient of viscosity eta. What are the different forces acting on the body, and derive an expression for terminal velocity. ടെർമിനൽ വെലോസിറ്റി, അതിനൊരു ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കേസാണ്. അത് ജസ്റ്റ് ഒന്ന് പറയാം. നോക്കിയേ, ടെർമിനൽ വെലോസിറ്റി ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടെർമിനൽ വെലോസിറ്റി ആണ്. ടെർമിനൽ വെലോസിറ്റി ശ്രദ്ധിച്ചിരുന്നു, വളരെ സിമ്പിളായിട്ട് ടെർമിനൽ വെലോസിറ്റി നമുക്ക് പറയാം. ടെർമിനൽ വെലോസിറ്റി നോക്കിയേ, ഒരു സാധനം ഒരു മീഡിയത്തിലൂടെ വീഴുകയാണ്. ഒരു ബോളാണെന്ന് വിചാരിച്ചു, ഒരു ബോൾ, റേഡിയസ് എ ആണെന്ന് വിചാരിച്ചു, ഡെൻസിറ്റി റോ ആണെന്ന് വിചാരിച്ചു, മീഡിയത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണെന്ന് വിചാരിച്ചു. ഒരു സാധനം ഇങ്ങനെ താഴത്തേക്ക് വീഴുകയാണ്. അപ്പോൾ താഴത്തേക്ക് വീഴുമ്പോൾ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ് നോക്കിയേ. താഴേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യും. വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് FG, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും, FG താഴോട്ട് ആക്ട് ചെയ്യും. 2 ഫോഴ്സുകൾ മുകളിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന്, താഴേക്ക് വീഴുമ്പോൾ താഴേക്ക് ഈ സാധനത്തിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് വിസ്കസ് ഫോഴ്സ് എന്ന് പറയും, FV. ആൻഡ് രണ്ടാമതൊരു ഫോഴ്സ് കൂടി ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, ബോയൻ ഫോഴ്സ്. ഏതൊരു ഫ്ലൂയിഡ് മീഡിയത്തിൽ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടിട്ടാലും മീഡിയം ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന അപ്വേർഡ് ഫോഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് ബോയൻ ഫോഴ്സ്. സോ മോളിലേക്ക് 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ, ഇത് ഒബ്ജക്റ്റ് ആണെങ്കിൽ താഴേക്ക് സ്വാഭാവികമായിട്ടും എന്ത് ആക്ട് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. നോക്കിയേ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വെയിറ്റ് ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ആരാ, വെയിറ്റ് ഓഫ് ദി ബോഡി ആണ്. ആൻഡ് മോളിലേക്ക് 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യും. ആരൊക്കെയാണ് ആക്ട് ചെയ്യുക, വിസ്കസ് ഫോഴ്സ്. വിസ്കസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഫ്രിക്ഷൻ. മീഡിയം ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന
റിവേഴ്സ് ഫോഴ്സ് ആണ്, ഒപ്പോസിങ് ഫോഴ്സ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണടാ മക്കളെ വിസ്കസ് ഫോഴ്സ്, വിസ്കോസിറ്റി എന്നൊക്കെ പറയും, വിസ്കസ് ഫോഴ്സ്. പ്ലസ് വേറൊരു ഫോഴ്സ് കൂടി അവിടെ ആക്ട് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. നമ്മൾ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം അപ്വേർഡ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഫ്ലൂയിഡ് ഓൺ ദി ബോഡി, അതിനെ വിളിക്കുന്ന പേരാണ് ബോയന്റ് ഫോഴ്സ്. ക്ലിയർ? അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകൾ മുകളിലേക്ക് ആക്ട് ചെയ്യും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യുന്നതും വിസ്കസ് ഫോഴ്സ് ബോയന്റ് ഫോഴ്സ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്നതും ഈക്വൽ ആയിട്ട് വരും. അതായത് കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ എഫ് ജി എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് വിസ്കസ് ഫോഴ്സിൻ്റെയും എഫ് ബോയന്റ് ഫോഴ്സിനും ഈക്വൽ ആയിട്ട് വരും. ഇങ്ങനൊരു കണ്ടീഷൻ വരും. ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി എന്തായിരിക്കും? 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി 0 ആയിരിക്കും. കാരണം താഴേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആയിട്ട് വന്നാൽ നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി 0 ആയിരിക്കും. നമുക്കറിയാം നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി 0 ആയിരിക്കും. നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി 0 ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് ഈക്വൽ ടു 0 ആണെങ്കിൽ എം എ ഈക്വൽ ടു 0 ആയിരിക്കും. എം 0 അല്ല, അപ്പോൾ എ 0 ആയിരിക്കും. എ 0 ആവണമെങ്കിൽ ബോഡി ഈസ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി, അല്ലേ? എം 0 ആവില്ലല്ലോ, അപ്പോൾ എ 0 ആവണമല്ലോ. എഫ് 0 ആവണമെങ്കിൽ that means body is moving with a constant velocity. This constant velocity attained by a body when it falls through a fluid medium is called terminal velocity. മനസ്സിലായോ? ഈ ഒരു സാഹചര്യത്തിൽ താഴേക്ക് വീഴുന്ന ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ കോൺസ്റ്റന്റ് വെലോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. ദിസ് കോൺസ്റ്റന്റ് വെലോസിറ്റി അറ്റൈൻഡ് ബൈ എ ബോഡി, this constant velocity attained by a body when it falls through a fluid medium, attained by a body, alle, by a body when it falls through a fluid medium, when it falls through a fluid medium is called terminal velocity. Simple alle? ഇനി നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർമിനൽ വെലോസിറ്റി. is called terminal velocity, is called terminal velocity. Clear? ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. This constant velocity attained by a body when it falls through a fluid medium, it is called as terminal velocity. Clear? അപ്പോൾ ഇതാണ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആവും? വിസ്കസ് ഫോഴ്സിനും ബോയന്റ് ഫോഴ്സിനും ഈക്വൽ ആയിട്ട് വരും. ഇനി നമുക്ക് അതിനൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു പേജ് എടുത്തു. നോക്കിയേ, എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി. നോക്കിയേ, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാൻ പോവുകയാണെ. ഇത് എന്തായാലും പഠിച്ചു വെച്ചോ. എക്സ്പ്രഷൻ ഫോർ ടെർമിനൽ വെലോസിറ്റി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇരുന്ന് കാണുക. ഇപ്പോൾ ഒന്നിച്ച് കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രേക്ക് എടുത്ത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇരുന്ന് കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനൽ വെലോസിറ്റീൻ്റെ എക്സ്പ്രഷനാണ് പറയാൻ പോകുന്നത്. ഇതൊരു മീഡിയമാണ്. ഇതിലേക്ക് ഒരു ആര് വീഴുന്നുണ്ട്? ഒരു ബോൾ വീഴുന്നുണ്ട്. ബോളിൻ്റെ റേഡിയസ് എ ആണ്. ബോളിൻ്റെ ഡെൻസിറ്റി റോ ആണ്. മീഡിയത്തിൻ്റെ ഡെൻസിറ്റി സിഗ്മയാണ്. ആൻഡ് ബോൾ താഴേക്ക് വീഴുമ്പോൾ 2 ഫോഴ്സ് ആക്ട് ചെയ്യും, 3 ഫോഴ്സ് ആക്ട് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആൻഡ് മുകളിലേക്ക് 2 ഫോഴ്സ്, വിസ്കസ് ഫോഴ്സും ആക്ട് ചെയ്യും, ബോയന്റ് ഫോഴ്സും ആക്ട് ചെയ്യും. അറ്റ് ടെർമിനൽ വെലോസിറ്റി എന്താണ് സംഭവിക്കുക? ടെർമിനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അറ്റ് ടെർമിനൽ വെലോസിറ്റി എഫ് ഗ്രാവിറ്റേഷണൽ ഇസ് ഈക്വൽ ടു എഫ് വിസ്കസ് ഫോഴ്സ് പ്ലസ് എഫ് ബോയന്റ് ഫോഴ്സ്. ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടി. നോക്കിയേ, 3 കണ്ടുപിടിക്കുക, 3 ഇട്ട് കൊടുക്കുക. നോക്കിയേ, വളരെ സിമ്പിളാണ്. നോക്കിയേ, ശ്രദ്ധിച്ചിരുന്നു, വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ആദ്യം ഞാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്, എഫ് ജി കണ്ടുപിടിക്കാൻ പോവാണ്. നോക്കിയേ, എഫ് ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് ദി ബോഡിയാണ്. അപ്പോൾ എഫ് ജി മീൻസ് എം ജി, മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ഓഫ് ദി ബോഡി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് ദി ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദി ബോഡി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വി റോ ജി. വോളിയം ഓഫ് ദി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്ഫിയർ ആണ് വീഴുന്നത്. സ്ഫിയറിൻ്റെ വോളിയം ശ്രദ്ധിച്ചോ, 4/3 പൈ ഇൻറ്റു എ ക്യൂബ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബോഡി എന്ന് പറയുന്നത് റോ ആണ്, ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്. പരിപാടി കഴിഞ്ഞു, എഫ് ജി കണ്ടുപിടിച്ചു. ഇനി ഒന്നും വേണ്ട, മിണ്ടാണ്ട് അടുത്തത് എനിക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ പോവുക. എഫ് ജി കണ്ടുപിടിച്ച് കഴിഞ്ഞു അല്ലേ? എഫ് ജി നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ? എഫ് ജി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് എഫ് വി കണ്ടുപിടിക്കണം. നോക്കിയേ,
എഫ് ജി കണ്ടുപിടിച്ചാൽ ഇനി എഫ് വി കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരുന്നോ? എഫ് വി കണ്ടുപിടിക്കാൻ പോവുകയാണ്. എഫ് വി കണ്ടുപിടിച്ചാൽ എന്ത് വരും? എഫ് വി ശ്രദ്ധിച്ചിരുന്നോ? എഫ് വി വിസ്കസ് ഫോഴ്സ് ബൈ സ്റ്റോക്സ് തിയറം. നോക്കിയേ, ഏത് തിയറാണ്? സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം പ്രകാരം എഫ് വി വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? വളരെ സിമ്പിളാണ്. 6 പൈ എ ഈറ്റ വി ആണ്. സിമ്പിളാണ്. എഫ് വി എന്ന് പറയുന്നത് എത്രയാണ്? 6 പൈ എ ഈറ്റ വി ആണ് സ്റ്റോക്സ് തിയറം പ്രകാരം. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി ഒന്നും വേണ്ട. ഇതൊക്കെ ഇത്ര സിമ്പിളായിരുന്നോ? ഇതൊക്കെ വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. എഫ് വിയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എഫ് ബി ആണ്. ബോയൻ്റ് ഫോഴ്സ് ആണ്. ബോയൻ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കിയേ, ബോയൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ബോയൻ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ്. ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം നോക്കിയേ, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം ബോയൻ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ്. അപ്പോൾ അത് വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജക്റ്റ് ആണ്. ബൈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബോയൻ്റ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ഞാൻ സെന്റൻസിൽ തന്നെ എഴുതുന്നു, വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ഒബ്ജക്റ്റ്. വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് displaced by object. Weight of fluid displaced by object is equal to mass of fluid displaced by the object into acceleration due to gravity. നോക്കിയേ, അതിൻ്റെ രസം നോക്കിയേ, എം ഡാഷ് എന്ന് ഞാൻ വിളിച്ചു, ഇൻറ്റു ജി എന്ന് വിളിച്ചു. എം ഡാഷ് എന്താ? മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് വെയിറ്റ് എം ജി ആണെന്ന് അറിയാലോ. അപ്പോൾ വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. മാസ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്തായിരിക്കും? മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. Volume of fluid displaced into density of fluid displaced into G. Okay, volume of fluid displaced V dash, density of fluid displaced now rho dash into G എന്ന് വരും അല്ലേ? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഞാൻ അതിനെ എന്തെന്ന് വിളിച്ചു? വി ഡാഷ് എന്ന് വിളിച്ചു. നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, ഞാൻ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് മാർക്ക് ചെയ്യാം. ദിസ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് വി ഡാഷ്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ഡി ഡാഷ്, acceleration due to gravity G. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, എത്ര വോളിയം ഫ്ലൂയിഡ് ആണ് ഇവിടെ ഡിസ്പ്ലേസ് ആവുക? സ്ഫിയറിൻ്റെ വോളിയം ഫ്ലൂയിഡ് ആണ് ഇവിടെ ഡിസ്പ്ലേസ് ആവുക. സ്ഫിയർ ആണ് താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വോളിയം ഫ്ലൂയിഡ് മാറി നിൽക്കും ഈ സ്ഫിയറിന് ഇരിക്കാൻ വേണ്ടി? സ്ഫിയറിൻ്റെ വോളിയം ഫ്ലൂയിഡ് അല്ലേ മാറി നിൽക്കുക. അതായത് എത്രയാണ് സ്ഫിയറിൻ്റെ വോളിയം? അത് എത്ര തന്നെയാണ്? 4/3 പൈ ഇൻറ്റു എ ക്യൂബ് തന്നെയാണ് അല്ലെ? വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ് എന്തിന് ഈക്വൽ ആയിരിക്കും? വോളിയം ഓഫ് സ്ഫിയറിന് ഈക്വൽ ആയിരിക്കും. ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്. ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് എത്രയാ? സിഗ്മ അല്ലേ? സിഗ്മ ഇൻറ്റു ജി ആയിരിക്കും. ഇതായിരിക്കും എൻ്റെ എന്ത് വരുന്നത്? എഫ് ബി വരുന്നത്. നോക്കിയേ, രസകരമായിട്ടുള്ളൊരു ഇക്വേഷൻ അല്ലേ? എഫ് ബി ഈക്വൽ ടു 4/3 പൈ എ ക്യൂബ് ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി ആയിരിക്കും വരുന്നത്. ക്ലിയർ? വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് മൂന്നും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. മൂന്നും കണ്ടുപിടിച്ചു. മൂന്നും ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. അതർ 4. നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ടും ഫസ്റ്റ് ഇക്വേഷനിൽ ഇട്ട് കൊടുത്തോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് 3 ഇൻ ഇക്വേഷൻ 1, ദാറ്റ് ഈസ് 4/3 പൈ എ ക്യൂബ് റോ ജി ഈക്വൽ ടു 6 പൈ എ ഈറ്റ വി പ്ലസ് 4/3 പൈ എ ക്യൂബ് സിഗ്മ ജി. സിമ്പിൾ, വളരെ സിമ്പിളായിട്ട് കിട്ടി. ഞാൻ എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ നിർത്തിയിട്ട് ഈ സാധനത്തിന് എങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് എന്ത് വന്നു? വളരെ സിമ്പിളാണ്. ഞാൻ അതിനെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതും ചെയ്തേ. 6 പൈ എ ഈറ്റ വി ഇസ് ഈക്വൽ ടു നോക്കിയേ 4/3 പൈ എ ക്യൂബ് റോ ജി മൈനസ് എന്ത് വരും? 4/3 പൈ എ ക്യൂബ് സിഗ്മ ജി എന്ന് വരും. വളരെ സിമ്പിളായിട്ട് എനിക്ക് അങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി ഇത് രണ്ടിലും കോമൺ ആയിട്ട് എനിക്ക് ആരുണ്ട്? 4/3 പൈ എ ക്യൂബ് ജി ഉണ്ട്. ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് അതിനെ പുറത്തേക്ക് എടുത്തേ. കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തേ. 4/3 പൈ എ ക്യൂബ് ജി എനിക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. ബാക്കിയുള്ളത് ഇവിടെ റോ ആണ്. ബാക്കി അവിടെ ഉള്ള സിഗ്മയാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 6 പൈ എ ഈറ്റ വി ഇസ് ഈക്വൽ ടു എനിക്കിത് കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ടെർമിനൽ വെലോസിറ്റിയാണ് എന്ന് പറയുമ്പോൾ ഏത് പുള്ളിക്കാരനാണ്? ഈ പുള്ളിക്കാരനെ അവിടെ നിർത്തി ബാക്കി എല്ലാ ടേമിനെയും അങ്ങോട്ട് തട്ടുക. അപ്പോൾ എന്ത് വരും? therefore v is equal to നോക്കിയേ 4 പൈ എ ക്യൂബ് ജി ഡിവൈഡഡ് ബൈ 3 അവിടെ ഉണ്ട് ഇൻറ്റു 6 പൈ എ ഈറ്റ നോക്കിയേ ഇൻറ്റു റോ മൈനസ് സിഗ്മ. ഇതിനെ ഒന്ന് ചെറുതാക്കിയാൽ പരിപാടി കഴിഞ്ഞു. നോക്കി കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെറുതാക്കാം. ഞാൻ പൈ കട്ട് ചെയ്തു, പൈ കളഞ്ഞു. ആൻഡ് എ കട്ട് ചെയ്തു, എ ക്യൂബിലെ കട്ട് ചെയ്തു, എ സ്ക്വയർ ആക്കി. ആൻഡ് 4 ഇൻറ്റു 2 ഇൻറ്റു 2 4, 2 ഇൻറ്റു 3 6. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല. നമുക്ക് ആൻസർ കിട്ടി. സിമ്പിളാണ്. നോക്കിയേ, വി ഇസ് ഈക്വൽ ടു
2 ഉണ്ട് മുകളിൽ, അടിയിൽ 3 × 3 9 ഉണ്ട്, 3 × 3 9. ആൻഡ് എ സ്ക്വയർ ഉണ്ട് മുകളിൽ, ഒരു ജി ഉണ്ട്, അടിയിൽ ഒരു ഈറ്റ ഉണ്ട്, വേറെ ഇനി ഒന്നുമില്ല, റോ മൈനസ് സിഗ്മയാണ് നമ്മുടെ ആൻസർ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ടെർമിനൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തി. 2/9 എ സ്ക്വയർ ജി ബൈ ഈറ്റ ഇൻറ്റു റോ മൈനസ് സിഗ്മയാണ് നമ്മുടെ എന്തിൻ്റെ ഡെറിവേഷൻ, ടെർമിനൽ വെലോസിറ്റീൻ്റെ ഡെറിവേഷൻ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്, അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ബൈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ബോയൻറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ബൈ ദി ഒബ്ജെക്ട്. Weight of fluid is equal to mass of fluid displaced into acceleration into gravity m dash into g. Mass of fluid is equal to volume of fluid into density of fluid. Mass is equal to volume into density. അപ്പോൾ volume of fluid into density of fluid into g. Volume of fluid v dash 4/3 pi a cube into density sigma into g. സിമ്പിൾ. വളരെ ഈസി ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, ഈ ഡെറിവേഷൻ ചെയ്യാനായിട്ട് പറ്റി. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ടെർമിനൽ വെലോസിറ്റീൻ്റെ ഡെറിവേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ, ബെർണോളിസ് പ്രിൻസിപ്പിൾ, അതേപോലെ പാസ്കൽസ് ലോ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. ഒപ്പം ഗ്രാവിറ്റേഷനിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതിലെ മറ്റ് കാര്യങ്ങളും മറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ തൽക്കാലത്തേക്ക് നമ്മുടെ ലൈവ് എന്ത് ചെയ്യുകയാണ്, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു ദിവസം കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തിരികെ വരാം. എന്തായാലും നമുക്ക് എക്സാമിന് 10-ാം തീയതി വരെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയമുണ്ട്. ഇതൊക്കെ വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, ഇരുന്ന് പഠിക്കാം. നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും എന്ത് ചെയ്യാം, കാണാം, അടുത്തൊരു ലൈവുമായി കാണാം. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. യെസ്.